സെഷൻ നോവൽ ആവർത്തിക്കുന്ന പഴമകൾ കണ്ടെത്തിയ പുതുമകൾ. മോഡറേറ്റർ ഷബ്ന മറിയം പ്ലീസ്. ശരി. എല്ലാവർക്കും KLFൻ്റെ 8th എഡിഷനിലേക്ക് സ്വാഗതം. ആവർത്തിക്കുന്ന പഴമ കണ്ടെത്തിയ പുതുമ. എനിക്കറിയാം ഇതിൽ ഈ ഒരു സെഷനിൽ എനിക്ക് ഏറ്റവും എളുപ്പമാക്കുന്നത് ഇവരെല്ലാം സുഹൃത്തുക്കളാണ് എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ സുഹൃത്തുക്കളായിരിക്കുമ്പോഴും 4 യോണറുകളിൽ, അതും 4 നോവലിസ്റ്റുകൾ തന്നെ പല യോണറുകളിൽ നോവലുകൾ എഴുതി മലയാള സാഹിത്യത്തെ സമ്പന്നമാക്കിയ 4 പേരാണ് നമ്മുടെ കൂടെയുള്ളത്. അതിൽ മജീദ് സെയ്ദും അതുപോലെ അജിജേഷും 4 നോവലുകളും, ഈ സൈഡിലിരിക്കുന്ന ജിജേഷ് ഭാസ്കർ ആൻഡ് ഹരികൃഷ്ണൻ 1 നോവലുകളുമാണ് ചെയ്തിട്ടുള്ളത്. എല്ലാം ഒരു വായനാ ലോകത്തിന് അത്രമാത്രം ഹരം നൽകിയ, ഉന്മാദമുണ്ടാക്കിയ നോവലുകളാണ്. അപ്പം എന്തൊക്കെ പുതുമയാണ് പരീക്ഷിക്കാൻ തയ്യാറാകുന്നത് അല്ലെങ്കിൽ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ ഒരു ചോദ്യം. അജിജേഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാരനല്ലൂർ എന്ന മലയും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രാമത്തിൻ്റെ വിശുദ്ധി എന്ന് പറയാൻ പറ്റില്ല, ഗ്രാമത്തിൻ്റെ പല രാഷ്ട്രീയ, സാമൂഹിക, പാരിസ്ഥിതിക മാനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് ആ ഒരു ഗ്രാമത്തിനെ മുഴുവനായി ഭ്രാന്ത് ബാധിക്കുന്ന ഒരു അതിരയി സൂത്രം എന്ന മനോഹരമായ ഒരു നോവലിൻ്റെ സൃഷ്ടാവാണ്. അപ്പം ഈ ആവർത്തിച്ച് വരുന്ന, അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ വർഷങ്ങളായി, യുഗങ്ങളായി വായിച്ചു കൊണ്ടിരിക്കുന്ന നോവൽ സാഹിത്യത്തിൽ നിന്ന് പുതിയൊരു നോവൽ എഴുതുന്ന സമയത്ത് എന്തൊക്കെ പുതിയത് കൊടുക്കണം എന്നുള്ള ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവാറുണ്ടോ? അജിജേഷ് പറയൂ. എല്ലാവർക്കും സ്നേഹം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കുഴപ്പിക്കുന്ന ചോദ്യമാണ്. കാരണം പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ, എല്ലാ മനുഷ്യന്മാരും പിന്നെ എന്താ പറയുക, എല്ലാ കാലത്തും, അത് ആർട്ട് നമ്മൾ മാറ്റി നിർത്തിയാലും എല്ലാ കാലത്തും പുതിയതാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് പിന്നെ ഇപ്പം ഞാൻ എപ്പോഴും ആലോചിക്കലുണ്ട്, നമ്മൾ പിന്നെ കിടന്നുറങ്ങിയിട്ട് പിന്നെ നീക്കുമ്പോൾ പിറ്റേന്ന് ശരിക്കും നമ്മളൊരു പുതിയ ആളല്ലേ. ഇപ്പോൾ ബയോളജിക്കലാണെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് രാവിലെ നീച്ചിട്ട് നടക്കണ സമയത്ത് നമുക്ക് കാലിന് വേദന ഉണ്ടാവും അല്ലേ, ചെരുപ്പിടാതെ നടക്കുമ്പോൾ, ചരലിൽ കൂടെ നടക്കുമ്പോൾ. അപ്പോൾ അത് പുതിയ തൊലി വന്നിട്ടാണ് എന്നാണ് എനിക്ക് ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം അടിസ്ഥാനപരമായിട്ട് എല്ലാവരും പുതിയതാകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഫാഷൻ എടുക്കുകയാണെങ്കിലും ഭക്ഷണം എടുക്കുകയാണെങ്കിലും, അപ്പോൾ എല്ലതും ഇങ്ങനെ നമ്മൾ പുതിയത്, അത് അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്, പുതിയതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുക എന്നുള്ളത്. അപ്പം നമ്മളാണല്ലോ എന്തായാലും ആർട്ട് ചെയ്യണത്. അപ്പോൾ ആർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തായാലും ആർട്ടിലും അത് കയറി വരും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മനസ്സിലായില്ല? അപ്പം അതിൻ്റെ ഒക്കെ അങ്ങേപ്പുറത്തേക്ക് നമ്മളേറ്റവും നന്നായിട്ട് അങ്ങനെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ള അതാണ്. അത് എത്രത്തോളം പ്രായോഗികമാണെന്ന് നമുക്കറിയില്ല, വായിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മളിത് പുതിയത് എന്നുള്ളതിൻ്റെ അങ്ങേപ്പുറത്തേക്ക് നിങ്ങളോട് എങ്ങനെ കഥ പറഞ്ഞാലാണ് നിങ്ങൾക്ക് ഏറ്റവും ഫീലാവുക. അപ്പോൾ ആർട്ടിൻ്റെ ഒരു ഫൈനലി ഉള്ളൊരു സാധനം എന്താ വെച്ചാൽ, നമുക്ക് ഫീൽ ചെയ്യാന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ കവിതയാണെങ്കിലും കഥയാണെങ്കിലും നോവലാണെങ്കിലും ഒക്കെ. അപ്പോൾ ഫീൽ ചെയ്യിക്കണ എത്ര നല്ല രീതിയിൽ നമുക്കത് പറയാൻ പറ്റും അല്ലെങ്കിൽ ഫീൽ ചെയ്യിക്കാൻ പറ്റും എന്നുള്ള ഒരു തോട്ട് മാത്രമേ ആ സമയത്ത് ഉണ്ടാവുള്ളൂ. ഓൾറെഡി എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ നമുക്കൊരു നോവൽ എഴുതണം, കഥ എഴുതണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഉള്ളിലുള്ള ആളെയാണ് ആദ്യം സംതൃപ്തിപ്പെടുത്തുന്നത് അല്ലേ. നമ്മളെ ഉള്ളിലൊരു വായനക്കാരുണ്ടാവും എല്ലാവരുടെ ഉള്ളിലും. അപ്പം മൂപ്പരെ പരമാവധി നമ്മൾ സംതൃപ്തിപ്പെടുത്തിയിട്ടാണ്, അപ്പോൾ ആ സംതൃപ്തിപ്പെടുത്തുന്നതിൻ്റെ ഇടയിൽ കൊള്ളാം, ഇത് മതി എന്ന് തോന്നണ ഒരു സമയത്താണല്ലോ നമ്മളിത് പുറത്തേക്ക് ഇപ്പോൾ പബ്ലിഷിങ്ങിനൊക്കെ വിടണത്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. അപ്പം പിന്നെ ഏത് സബ്ജക്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിലും അത് പിന്നെ ഏറ്റവും നന്നായിട്ട് അങ്ങനെ പറയാം എന്നുള്ളതാണ് ഞാൻ. അതല്ലാതെ ഒരു എന്താ പറയുക, മനഃപൂർവ്വമുള്ളൊരു പുതുമ ഉണ്ടാക്കൽ എന്നുള്ളൊരു സംഭവം ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഇപ്പം വസ്ത്രത്തിൻ്റെ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പം പാൻറ്റ്, ഇപ്പം കുറച്ച് മുന്നേ ഓരോ ട്രെൻഡാണിത് പാൻറ്റൊക്കെ അല്ലേ. ഇപ്പോൾ ബെൽ ബോട്ടം ഉള്ള വീതി ഉള്ളത് വരും,
പിന്നെ വളരെ ഇറുകിയത് വരും. ഇപ്പം എനിക്ക് തോന്നുന്നത് RDX ഒക്കെ ഇറങ്ങിയതിന് ശേഷം കുറച്ച് വീതിയുള്ള ടൈപ്പാണ്. അപ്പം ഞാൻ പണ്ട് വാങ്ങിയ പാൻറ്റ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പം ഞാൻ അപ്പോൾ അതാ ചില സമയത്ത് അത് ഉപയോഗിക്കും. കാരണം എന്താ വെച്ചാൽ അതിപ്പോൾ ഓക്കെയാണ്. അത് അന്നത്തെ കാലത്ത് നമുക്കത് പിന്നെ ഓക്കെ അല്ലായിരുന്നു, അത് ഇറുകിയതാണ്. പിന്നെ ആ സമയത്ത് ഈ വീതിയുള്ള പാൻറ്റ് വരുന്ന സമയം കഴിയുമ്പോഴാണ് ഈ സാധനം വരുന്നത്, ഈ ഇറുകിയത്. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊരു സർക്കിളാണ്. ഇപ്പം മനുഷ്യന്മാരുടെ ജീവിതം തന്നെ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. സർക്കിളാണ്. ടേസ്റ്റിനൊക്കെ ഒരു സർക്കിൾ ഉണ്ട്. നിങ്ങൾക്ക് വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഉപയോഗിച്ച് തന്നെയാണ് പിന്നെ ഉപയോഗിക്കുന്നത്. അതെന്താ വെച്ചാൽ നമ്മൾ പുതുമ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആർട്ടിലും പിന്നെ നമ്മളെപ്പോഴും ഏറ്റവും നന്നായിട്ട് എങ്ങനെ പറയാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഞാൻ എഴുത്തിനെ പേഴ്സണലി കാണാറുള്ളത്. താങ്ക് യു സോ മച്ച്. അപ്പം ഇത് എന്താ പറയുക, എന്നെ അജിജേഷ് സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് പറഞ്ഞത് എന്നെ കുഴപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടാകുമെന്നായിരുന്നു. അപ്പോൾ എന്തായാലും അടുത്ത ആള് മജീദ് സെയ്ദ്, നമുക്കറിയാം പുതിയ നോവൽ ഇപ്പം തയ്യാറായിക്കൊണ്ടിരിക്കുകയെന്ന് ഇവിടെ ഈ ഒരു DC-യുടെ ഫെസ്റ്റിൽ വെച്ചിട്ട് പുതിയ നോവൽ ഇറങ്ങുകയാണ്. അപ്പം അതിൻ്റെ ഒരു വലിയ സന്തോഷത്തിൽ കൂടിയാണ് മജീദ് സെയ്ദ് ഉള്ളത്. അപ്പം ഇത് ചോദിക്കാനുള്ളത്, നമ്മൾ ആദ്യ നോവൽ എഴുതുന്ന സമയത്ത് ഒരുപക്ഷെ എല്ലാ തരത്തിലും പുതുമ നിറയ്ക്കാനുള്ള ക്രാഫ്റ്റും അതിൻ്റെ ഒരു ഊർജവും എല്ലാം നമ്മുടെ കയ്യിലുണ്ടാവും. പക്ഷെ വീണ്ടും വീണ്ടും ഈ ഒരു നോവൽ പുതിയതിലേക്ക് വരുന്ന സമയത്ത് എന്തായാലും ചില ക്ലീഷേകൾ, ചില പദപ്രയോഗങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പരിചിതമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഭൂമിക, ഇതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവില്ലേ? അപ്പം എന്തായാലും കുറച്ചുകൂടി ആദ്യ നോവലിനേക്കാൾ അപ്പുറം കുറച്ചുകൂടി ബോധപൂർവമായിട്ടുള്ള ഒരു ഇടപെടൽ അടുത്ത നോവലുകളിലേക്ക് പോകുന്ന സമയത്ത് ആവർത്തനത്തെക്കുറിച്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് മറികടക്കുന്നത്, അല്ലെങ്കിൽ അതിന് എന്ത് ശ്രമമാണ് എഡിറ്റിങ്ങിലൊക്കെ നടത്തുന്നത്? എല്ലാവർക്കും നമസ്കാരം. ഈ ബോധപൂർവമായിട്ട് ശ്രമിച്ചുകൊണ്ടല്ല എൻ്റെ എഴുത്ത് നടക്കുന്നത്. ഞാൻ എഴുതുന്നത് എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഐഡിയ മനസ്സിൽ തോന്നുന്നു, അത് വലിയ താമസമില്ലാതെ കുത്തിക്കുറിച്ച് എഴുതി വിടുന്നതാണ് എൻ്റെ ഒരു ശൈലി. ഈ ബോധപൂർവ്വ സാഹിത്യം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒരു ബാങ്ക് കൊള്ളയടിക്കാനോ അല്ല ജ്വല്ലറി കൊള്ളയടിക്കാനോ ഭയങ്കര മുന്നൊരുക്കവും ഇതൊക്കെ വേണം. പിന്നെ പുതുതായിട്ട് നമ്മളൊന്നുണ്ടാക്കുമ്പോൾ നമ്മൾ പറയുന്ന പ്രമേയത്തിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കഥകളിൽ നമ്മൾ അവതരിപ്പിക്കുന്ന മനുഷ്യർ പുതുതായിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നാറുണ്ട്. അത് സ്വാഭാവികമായിട്ട് നമുക്ക് വരുന്ന നമ്മുടെ മനസ്സിൽ വരുന്ന ആ ത്രെഡിൽ നിന്ന് തന്നെ അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഞാനിപ്പോൾ ആദ്യമായിട്ട് എഴുതിയ നോവൽ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു രസത്തിന് എഴുതിയതാണ്. വെറുതെ രസത്തിനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ആദ്യത്തെ നോവൽ ചെമ്പിലമണി കൊലക്കേസ് എന്ന് പറയുന്ന ഒരു നോവലാണ്, മനോരമ പബ്ലിഷ് ചെയ്തൊരു നോവലാണ്. അത് രസത്തിനും പിന്നെ ഇച്ചിരി കാശ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാൻ എഴുതിയത്. അപ്പോൾ അതിനകത്ത് ആ ഒരു മുന്നൊരുക്കങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ അടുത്തൊരു നോവലിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ആ കഥാപരിസരത്തിൽ നിന്ന് വേറിട്ടിട്ടുള്ള ഒരു കഥയെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത്. അതൊരു ആടിനെ കുറിച്ചാണ് ചിന്തിച്ചത്. ഒരാട് മതം മാറിയാൽ എങ്ങനെ ഇരിക്കും, അത് DC ബുക്സാണ് പ്രസിദ്ധീകരിച്ച അഖില ലോക ആട് കമ്പനി എന്നും പറഞ്ഞു. അപ്പോൾ നമ്മൾ ആലോചിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വീണ് കിട്ടുന്ന പ്രമേയത്തിൽ തന്നെ ആവർത്തനം മടുപ്പിക്കുന്നില്ല. പിന്നെ ഭാഷയുടെയും ഒരു പരിമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഉപയോഗിക്കാത്ത ഭാഷയൊന്നും ഇവിടെ ഇല്ല. ക്ലീഷേ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ജീവിതം ക്ലീഷേ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ ഏറ്റവും പുതിയ നോവലിനകത്ത് കരു എന്ന് പറയുന്ന നോവലിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്, മറ്റൊരാൾ ഉപേക്ഷിച്ച് കളയുന്ന ജീവിതം നമ്മൾ എടുത്ത് അണിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ തലമുറകളെ എടുത്ത് ചരിത്രം എടുത്തൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ജീവിച്ച ജീവിതം നമുക്ക് മുന്നേ പോയ കാലത്ത് ഏതെങ്കിലും ഒരാൾ ജീവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പച്ചാട്ട് പറഞ്ഞത്, നമ്മൾ അന്നത്തെ ഫാഷനാണ് ഇപ്പോൾ കടന്നു വരുന്നത്, അല്ലെങ്കിൽ അന്നത്തെ മനുഷ്യൻ്റെ രൂപപ്രകൃതികളിലേക്കാണ് മനുഷ്യൻ ഇപ്പോൾ പോകുന്നത്. ഇനിയിപ്പോൾ ഇത് ഔട്ട് ഓഫ് ഫാഷൻ ആവും. പക്ഷെ ഒരു 10 അല്ലെങ്കിൽ ഒരു 20-30 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും നമ്മളിന്ന് ഉപയോഗിക്കാൻ വേറൊരു സമൂഹം ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് തീർച്ചയായിട്ടും ക്ലീഷേ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതം പോലെ തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ മറ്റൊരാൾ ഉപേക്ഷിച്ച ജീവിതം നമ്മൾ എടുത്തണിയുന്നു എന്നപോലെ. പിന്നെ ബോധപൂർവമായ ശ്രമങ്ങളൊന്നും ഞാൻ എൻ്റെ എഴുത്തിൽ കൊണ്ടുവരാറില്ല. എനിക്ക് തോന്നുന്നു അത് രസകരമായിട്ട് എങ്ങനെ വായിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ശ്രമം. കാരണം നമ്മളൊരു മനുഷ്യനിൽ നിന്ന് കടം വാങ്ങുന്നത് അവൻ്റെ സമയവും അവൻ്റെ പണവുമാണ്. അത് വായിച്ചതിന് ശേഷം അവൻ നമ്മളെ പ്രാകരുത്, ആ ഒരു ബോധം മാത്രമേ സൂക്ഷിക്കാറുള്ളൂ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും തനിയെ പുതുമകൾ വന്ന് ചേരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരുപാട് നന്ദി. ഇപ്പോൾ ജിജേഷിനോട് ചോദിക്കുകയാണെങ്കിൽ, ഉയിഷ് എന്ന ഒരു നോവൽ മുന്നിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആദ്യ നോവൽ എന്നുള്ള രീതിയിൽ അത് വായിക്കുന്ന സമയത്ത് ഫീൽ ചെയ്യില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം അതിലെ പ്രധാന കഥാപാത്രങ്ങളുമായി വരുന്നത് കാന്തി, അലീന,
രണ്ട് കഥാപാത്രങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഒരു പുരുഷനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു സെൻറ്റർ എന്ന് പറയുന്നത് രണ്ട് സ്ത്രീകളായി, രണ്ടും ഒരു കഥാപാത്രം പോലും സെൻറ്റർ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള രണ്ടുപേരും സ്ത്രീകളാണ്. അപ്പം ഈ സ്ത്രീകളെ മുന്നിൽ നിർത്തി ഒരു അത്രയും ഗാഢമായിട്ടുള്ള ഒരു പ്രണയവും അതിൻ്റെ വന്യതയും ആ ഒരു ഗ്രാമീണതയും ഒക്കെ പറയുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ? എങ്ങനെയായിരുന്നു? അതായത് കാന്തി, അലീന രണ്ട് കഥാപാത്രങ്ങളെ വെച്ച് ആലോചിക്കുന്ന സമയത്ത്, കഥാപാത്രങ്ങൾ രണ്ട് സ്ത്രീകളായിരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? ഒരു പ്രീ പ്രിപ്പറേഷൻ എന്തായിരുന്നു? മനഃപൂർവ്വമായിട്ട് അതിനെന്തെങ്കിലും പുതുമ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊന്നും നടത്തിയിട്ടില്ല. ഒരു പ്രണയ കഥ പറയുമ്പോൾ അതിൽ രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള പ്രണയം എങ്ങനെ ആയിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ആ രീതിയിൽ മാത്രമുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നത് വെച്ചാൽ മനഃപൂർവ്വമായിട്ടുള്ള എന്തെങ്കിലും പുതുമകൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചാൽ അത് മിക്കവാറും പരാജയത്തിലേക്ക് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ നോവലിൻ്റെ പേര് ഊയിഷ് എന്നാണ്. ഊയിഷ് വ്യത്യസ്തമായ ഒരു പേരാണ്. പക്ഷേ അത് ഞാൻ മനഃപൂർവ്വം അങ്ങനെ ഈ നോവലിന് ഊയിഷ് എന്ന് പേരിടാം എന്ന് വിചാരിച്ചിട്ടിട്ടതല്ല. നേരെ മറിച്ച് ആ നോവൽ എഴുതി കഴിഞ്ഞപ്പോൾ അതിന് ഊയിഷ് എന്നല്ലാതെ ഒരു വേറൊരു പേര് പറ്റില്ല എന്ന് തോന്നിയുകൊണ്ട് മാത്രം ഇട്ട ഒരു പേരാണ്. നമ്മളിങ്ങനെ കേൾക്കുന്ന സമയത്ത് എന്തായിരിക്കും ഈ ഊയിഷ് എന്ന് ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും. എന്താണത്? ഇത് വടക്കേ മലബാറിലെ ആൾക്കാർ സംസാരിക്കുന്ന ഒരു, അതായത് എല്ലാ വികാരങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് കാല് എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ ഊയിസ് എന്ന് പറയും, സ്നേഹം വന്നാലും ഊയിസ് എന്ന് പറയും. അങ്ങനെ എല്ലാ വികാരങ്ങളെയും കുറിക്കുന്ന ഒരു വാക്കാണ്. ഹരികൃഷ്ണൻ, പൊയ്ലോത്ത് ഡെർബി, പൊയ്ലോത്ത് എന്ന ഗ്രാമത്തെ സംബന്ധിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ, അതും നമ്മൾ കാലാകാലങ്ങളായി ഒരുപാട് യുഗങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും രാഷ്ട്രീയവും സമകാലികവുമായിട്ടുള്ള വിവരങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ജന്മി കുടിയാൻ ബന്ധത്തിൽ നിന്നുള്ള ഒരു ഗംഭീര നോവൽ ആയിട്ടാണ് ഈ ഒരു പൊയ്ലോത്ത് ഡെർബി നമ്മുടെ മുന്നിലേക്ക് വന്നത്. അപ്പം അതൊരു ഫുട്ബോളിൻ്റെ പരിസരത്ത് നിന്ന് അല്ലേ? അപ്പോൾ ഫുട്ബോളിൻ്റെ പരിസരത്തിൽ നിന്ന് പറയുന്ന സമയത്ത് നമുക്ക് അതിലൊരു ലിമിറ്റേഷൻ ആണോ ഉണ്ടായത്, അല്ലെങ്കിൽ ഈ ഒരു ജന്മി കുടിയാൻ ബന്ധവും കൂടി അതിൽ ഉൾച്ചേർന്നിരിക്കുമ്പോൾ അതിൻ്റെ ഒരു വശ്യതയും ഒക്കെ എങ്ങനെയാണ് രൂപപ്പെട്ടത്? ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലും കൂടി ആവുന്ന സമയത്ത് ഇതെല്ലാം കൂടിയുള്ള ഒരു രൂപപ്പെടൽ എങ്ങനെയായിരുന്നു? അതിന് ഈ പറഞ്ഞതുപോലെ നമ്മുടെ അതാണ് നമ്മുടെ വിഷയം, അതുകൊണ്ടാണ് അത് ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി അല്ലാതെ ബോധപൂർവമായിട്ടുള്ള ഒരു ഇടപെടൽ, ക്ലീശകൾ ഉണ്ടാവാതിരിക്കാൻ വളരെ ശ്രദ്ധാപൂർവം നടത്തിയിരുന്നോ? എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ആദ്യത്തെ നോവലാണ് പൊയ്ലോത്ത് ഡെർബി. അത് യഥാർത്ഥത്തിൽ ഒരു നോവലായിരുന്നില്ല, ഒരു ചെറുകഥയായിരുന്നു. കേരളത്തിലെ മലയാളത്തിലെ എല്ലാ വാരികകളിലേക്കും പോയി ക്രമേണ സ്വാഭാവികമായി തിരിച്ചു വന്ന് എല്ലായിടത്തു നിന്നും തിരസ്കരിക്കപ്പെട്ട ഒരു കഥയെ ഈ പാൻഡമിക്കിൻ്റെ സമയത്ത്, ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഒരു നോവലിൻ്റെ രൂപത്തിലേക്ക് മാറ്റാമെന്നുള്ള ചിന്തയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു. പറഞ്ഞാൽ തെറ്റാണ്. അത് യഥാർത്ഥത്തിൽ ഒരു തിരക്കഥ അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി ശ്രമിക്കുക എന്നുള്ളൊരു ചിന്തയിൽ ഒരു സിനിമ എഴുതുക എന്ന രീതിയിൽ തുടങ്ങുകയും അതിനെപ്പറ്റി വലിയ ധാരണയില്ലാത്തത് കൊണ്ട് അത് ഒരു നോവലിൻ്റെ രൂപത്തിലേക്ക് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് പൊയ്ലോത്ത് ഡെർബി സംഭവിക്കുന്നത്. പക്ഷേ ബോധപൂർവമായി നമ്മൾ എഴുത്ത് തുടങ്ങുന്ന സമയത്ത് ബോധപൂർവമായി ഒന്നും തന്നെ ആദ്യമേ ആലോചിക്കുന്നില്ല. എഴുത്തിൻ്റെ ആ പ്രോസസ്സിനുള്ളിൽ ആണ് അത് ഏത് രീതിയിലൊക്കെ മാറ്റാം, അല്ലെങ്കിൽ നമ്മൾ വായിച്ചതിൽ നിന്നും നമ്മളെ ചുറ്റുപാടുകളിൽ നിന്നുമൊക്കെ എന്തൊക്കെ അതിനുള്ളിലേക്ക് സ്വാംശീകരിക്കണം എന്നുള്ളത് ആ എഴുത്തിൻ്റെ പ്രക്രിയയുടെ സമയത്താണ് ആ പ്ലാനിങ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇതൊരു ഫുട്ബോൾ പശ്ചാത്തലത്തിൽ വടക്കൻ മലബാറിലെ ഒരു മലയോര ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. യഥാർത്ഥത്തിൽ ഒരു ഫുട്ബോൾ കഥ എന്ന് നമുക്കിതിനെ പറയാൻ പറ്റില്ല. ഫുട്ബോളിൻ്റെ ഒരു ഫ്ലേവർ അല്ലെങ്കിൽ ഒരു രുചിയാണ് നമ്മളിതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ ആഖ്യാനത്തിൽ തന്നെ ഫുട്ബോളിൻ്റെ ആ കളിയുടെ ഒരു സ്ട്രക്ചർ, ആ കളിയുടെ ഒരു അച്ചിലേക്ക് ഒരു നോവൽ ശില്പത്തിനെ എങ്ങനെ ഒരു ഇറക്കി വിടാമെന്നുള്ളതായിരുന്നു. നമ്മൾ ഇപ്പോൾ ഫുട്ബോൾ കളി കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും. ഫുട്ബോളിൻ്റെ ഫസ്റ്റ് ടച്ചിന് മുമ്പ് ആ മൈതാനമാകെ ശാന്തമായി വളരെ ഒട്ടും ചലനമില്ലാതെ നിശ്ചലമായിരിക്കുന്ന ഒരു പ്രതലം ആ ഫസ്റ്റ് ടച്ചിൽ
വളരെ സ്ഫോടനാത്മകമായ ഒരു ചലനമാണ് അതിന് സംഭവിക്കുന്നത്. പെട്ടെന്ന് തന്നെ ചലനാത്മകമാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് ഗോളടിക്കാൻ ഇരു ടീമുകളും കൂടെ പൊരിഞ്ഞ് കളിക്കുന്ന ഒരു സന്ദർഭം ആദ്യത്തെ ഒരു 5 മിനിറ്റിലുണ്ടാവും. അതിനുശേഷം ആ കളിക്കാർ അവരുടെ ശക്തി ദൗർബല്യങ്ങൾ, അവരുടെ ടാക്ടിക്സ് ഒക്കെ മനസ്സിലാക്കി പരസ്പരം ബഹുമാനിച്ച് ഒരു താളത്തിലേക്ക് ആ നോവൽ വരും, അല്ല ആ കളി വരും. എന്നിട്ട് വീണ്ടും അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ജയിക്കാൻ, എങ്ങനെയും ജയിക്കുക എന്നുള്ള വാശിയോടെ വീണ്ടും ആ പ്രതലം കൂടുതൽ സ്ഫോടനാത്മകമാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൗള്, അങ്ങനെയുള്ള പല പല സംഗതികളുണ്ടാവും. അങ്ങനെ ആ ഒരു താളക്രമം അതിലേക്ക് നോവലിനെ കൊണ്ടുവരിക, ആ അധ്യായങ്ങളെ അങ്ങനെ കൊണ്ടുവരിക. കൃത്യമായി രാഷ്ട്രീയം പറയുന്ന ഒരു നോവലാണ്. പല ചരിത്രങ്ങളിലേക്ക് ഒരു പാസിംഗ് ഗെയിം കളിക്കുന്ന രീതിയിൽ, പല ചരിത്രങ്ങളിലേക്കൊരു രാഷ്ട്രീയം പല കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതൊരു പാസിംഗ് ഗെയിം പോലെ അങ്ങനെ ഡിസൈൻ ചെയ്യാനുള്ള അബോധത്തിൽ അങ്ങനെ ഒരു ശ്രമം യഥാർത്ഥത്തിൽ പൊയിലോത്ത് ഡെർബിയുടെ എഴുത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് എഴുത്തുകാരൻ തന്നെ തിരിച്ചറിയുന്നത് എഴുത്തിൻ്റെ ഒരു ചെറിയ ഘട്ടത്തിൽ എത്തുമ്പോഴാണ്. അങ്ങനെ ഫുട്ബോൾ എന്നൊരു കളി, അതായത് വടക്കൻ മലബാറിലെ ഒരു മലയോര പ്രദേശത്ത് നടത്തുന്നൊരു സെവൻസ് ടൂർണമെൻറ്റിനെ പറ്റിയാണ്. സെവൻസ് ടൂർണമെൻറ്റ് നടക്കുന്നതും അത് എന്തിനു നടക്കുന്നു, അതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്താണ്, അതിന് ഈ ജന്മി കുടിയാൻ ബന്ധം അല്ലെങ്കിൽ ആ പ്രദേശത്ത് രൂപപ്പെടുന്നൊരു വർഗ സമരത്തിന് ആ പന്ത് കളിയുമായി എങ്ങനെ ബന്ധപ്പെടുന്നു എന്നുള്ളത് പറയാനുള്ളൊരു ശ്രമമായിരുന്നു. അപ്പോൾ നമുക്ക് ഈ വിഷയത്തിൽ ഊന്നി തന്നെ പറയുമ്പോൾ ആവർത്തിക്കുന്ന പഴമകൾ എന്ന് പറയുമ്പോൾ ഈ ജന്മി കുടിയാൻ സമ്പ്രദായം എന്ന് പറയുന്നത് മലയാള നോവലിൽ എത്രയോ തവണ പരാമർശിക്കപ്പെട്ടു പോയിട്ടുള്ളതാണ്. നമുക്കറിയാം, നമ്മളിവിടെയുള്ള കഥകളെല്ലാം പറഞ്ഞു തീർന്ന കഥകളാണ് ഇവിടെയുള്ളത്. ഇനി അതിനെ പുതിയ രീതിയിൽ അല്ലെങ്കിൽ പുതുതായിട്ട് എങ്ങനെ ആ കഥയെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു കുട്ടിക്ക് കാക്കയുടെയും പൂച്ചയുടെയും കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കഥകൾ എത്രയോ കാലം മുന്നേ ആവർത്തിക്കപ്പെട്ട കഥകളാണ്. പക്ഷെ പുതിയ ആളുകൾ പുതിയ രീതിയിൽ ആ കഥ പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ആ തരത്തിൽ ഒരു പ്രദേശത്ത് വർഗസമരം ഒരു പ്രാദേശികമായ അതിൻ്റെ രൂപപരിണാമങ്ങൾ എങ്ങനെ സംഭവിച്ചു, അതിനെ ഫുട്ബോൾ എന്ന് പറയുന്ന ജനകീയമായ ഒരു കായിക വിനോദത്തിന് ആ ഒരു രാഷ്ട്രീയത്തെ എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിക്കുന്നു എന്നുള്ളതൊക്കെയാണ് പൊയിലോത്ത് ഡെർബിയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. താങ്ക് യു ഹരികൃഷ്ണൻ. ഇനി മജീദ് സെയ്ദിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന സമയത്ത് അപ്പം നമ്മൾ ഇവരെല്ലാവരും പറഞ്ഞതിൽ പൊതുവായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ജീവിച്ച ജീവിതമാണെങ്കിലും നമ്മൾ പറയുന്ന കഥകളാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഓരോ എന്താ പറയുക കാഴ്ചയും ആനന്ദങ്ങളും എല്ലാം ആവർത്തിക്കപ്പെടുന്ന എന്നോ ആളുകൾ ജീവിച്ച് തീർത്തതിൻ്റെ തുടർച്ച മാത്രമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ്. അല്ലെങ്കിൽ നേരത്തെ ആരോ ഇത്ര തന്നെ ഇതേ ജീവിതം ജീവിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പം എനിക്ക് ഈ ഒരു അഖില ലോക ആട് കമ്പനിയിലേക്ക് വരുന്ന സമയത്ത് പറയാനുള്ളത്, എനിക്ക് തോന്നുന്നു ബഷീർ, നമ്മുടെ മഹാനായ വൈക്കം മുഹമ്മദ് ബഷീറിന് ശേഷം ആടിനെ മുഖ്യ കഥാപാത്രമാക്കി, അല്ലേ, വേറെ ആരോ ഉണ്ടെന്ന് എനിക്കറിയില്ല, എൻ്റെ പരിമിതമായിട്ടുള്ള ഒരു അറിവിൽ മുഖ്യ കഥാപാത്രമായിട്ട് ആടിനെ വരുന്ന അടുത്ത നോവൽ എന്ന് പറയുന്നത് ഈ നോവലാണ്. അപ്പം എന്തൊക്കെയാണെങ്കിലും നമ്മൾ ആവർത്തിക്കപ്പെടുന്നു എന്ന് പറയുമ്പോഴും ഈ എന്താ ക്രാഫ്റ്റിലുള്ള വ്യത്യസ്തത വരുത്തിക്കൊണ്ടാണോ മുൻപ് കടന്നു പോയിട്ടുള്ളതിനെ ഹൈജാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മൾ മുൻപ് എഴുതിയ ഒരു നോവല് അതിനെ കടന്നു നിൽക്കുന്നതായിരിക്കണം അടുത്ത നോവൽ എന്നാണ് ഓരോ എഴുത്തുകാരനും ബോധപൂർവമല്ല അബോധപൂർവത്തിലൊരു നോവൽ എഴുതാനിരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പുതിയത് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ജീവിതം മറ്റൊരാളുടെ ജീവിതമാണ് ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മളൊന്ന് സമൂഹത്തിലേക്ക് നോക്കിയാൽ ആരുടെയെങ്കിലും ഒരു പുതിയ ജീവിതം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? ഒരിക്കലും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മൾ കണ്ടത് തന്നെയാണ് പലയിടത്തും പല ആളുകളിലൂടെ ആവർത്തിച്ച് കടന്നു പോകുന്നത്. ഞാനൊരു ആടിനെ പ്രമേയമാക്കാൻ കാര്യം എൻ്റെ ഒട്ടുമിക്ക കഥകളും എഴുത്തുകളും ഒക്കെ ഒന്നില്ലേ സഞ്ചരിക്കുമ്പോൾ കാണുന്ന ഏതെങ്കിലും കാഴ്ച അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ടുള്ളൊരു സംസാരത്തിൽ നിന്നാണ്. ഞാൻ ഈ ഒരുപാട് കാലം ഇങ്ങനെ ഈ ഇന്ത്യ മുഴുവൻ അലഞ്ഞു തിരിഞ്ഞൊക്കെ നടന്നിട്ടുണ്ട് കുറേ കാലം. അപ്പോൾ അങ്ങനെ നടക്കുന്ന സമയത്ത് ഈ മംഗലാപുരത്ത് ഉള്ളാളം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അത് കുറേ ആളുകൾക്കൊക്കെ അറിയാം. അവിടെ ഒരു മുസ്ലിം ദർഗയുണ്ട്, ഉള്ളാളം ദർഗ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ വളരെ വ്യത്യസ്തമായൊരു കാഴ്ച ഞാൻ കണ്ടു. കാരണം 4 വർഷം കൂടുമ്പോഴാണ് അവിടെ ആ പള്ളിയിൽ ഉറൂസ് നടക്കുക. ഉറൂസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ വിശുദ്ധൻ്റെ കബറിടത്തിൻ്റെ ഒരു ഉത്സവമാണ്. അവരുടെ ആ മരണ തീയതിയായിട്ട് ബന്ധപ്പെട്ട ഉത്സവമാണ്.
അപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അന്ന് ഞാനിങ്ങനെ തെരുവുകളിലൂടെയൊക്കെ നടക്കുന്നു, ആ പള്ളിയുടെ എവിടെയെങ്കിലും പോയി കിടക്കുന്നു, ഈ പരിപാടികൾ കൂടുന്നു, അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഞാൻ യാത്ര ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ അവിടെ ഞാൻ കണ്ടെന്ന് വെച്ചാൽ കഴുത്തിൽ സഞ്ചിയും തൂക്കിയിട്ട് ട്രെയിനിലും മറ്റുമൊക്കെ ആയിട്ട് കുറേ ആടുകൾ വന്നിറങ്ങുന്നു പല സ്ഥലത്ത് നിന്ന്. അതുപോലെ തന്നെ നാട്ടുകാരായ ആളുകളും ഇങ്ങനെ ആടുകളെ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ആടുകളെല്ലാം നേരെ പോകുന്നത് ഈ പള്ളിയിലേക്ക് വന്നിട്ട് നേരെ അടുക്കളയിലേക്കാണ് പോകുന്നത്. കാരണം ഈ ആടുകളെ ശാപ്പിടാനുള്ള മനുഷ്യർ ഇങ്ങനെ വന്ന് നിൽക്കുക അവിടെ, ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവർക്കൊക്കെ വേണ്ടത് ഈ ആടുകളുടെ. പക്ഷേ ഈ ആടുകൾ ഇതൊന്നും അറിയുന്നില്ല. അവരെ മനുഷ്യൻ പോറ്റി സ്നേഹം കൊടുത്താണ് നമ്മൾ വീട്ടിലൊരു ജീവിയെ വളർത്തുക. അതിപ്പോൾ ഏത് ജീവിയാണെങ്കിലും, നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലൊരു അളിയൻ വന്നു അല്ലെങ്കിൽ അമ്മാവൻ വന്നു, നമ്മൾ ഓടി ചെന്നിട്ട് കൊല്ലുന്ന ഒരു കോഴീനെയാണ്. പക്ഷേ ആ കോഴിക്ക് നമ്മളൊരു പേരിട്ട് ആ കോഴി അത്രയും നാൾ നമ്മൾ സ്നേഹിച്ച് വളർത്തും. പക്ഷേ അതിനേക്കാൾ സ്നേഹം തോന്നുന്ന ഒരു മനുഷ്യൻ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഈ സ്നേഹമെല്ലാം നമ്മൾ ഉപേക്ഷിച്ചിട്ട് ആ കോഴിയെ നമ്മൾ ഇറച്ചിക്കറിയാക്കും എന്ന് പറയുന്ന പോലെ ഈ ആടുകൾക്ക് എല്ലാവർക്കും ഒരു പൂർവ്വജന്മം ഉണ്ടാവാം. ആ ആടുകളെ എല്ലാവരും സ്നേഹിച്ച് വളരെ സന്തോഷത്തിലും സ്നേഹിച്ചും കുട്ടികളോടൊപ്പം കളിക്കാൻ വിട്ടും ഒക്കെ ഈ ആടുകളെ വളർത്തിയിട്ടുണ്ടാവാം. ആടിൻ്റെ വേദനകൾ എല്ലാത്തിലും ഉറക്കൊഴിച്ചിരുന്നിട്ടുണ്ടാവാം. പക്ഷേ ഒരവസരം വരുമ്പോൾ ഒരു വിശുദ്ധന് വേണ്ടിയിട്ട് ആടിനെ ഭക്ഷണമാക്കാൻ ഒരു മടിയും കൂടാതെ വിടുന്ന കാഴ്ചയാണ് ഞാൻ അവിടെ കണ്ടത്. അത് ഈ ആളുകളെല്ലാം പങ്കിട്ട് കഴിക്കുന്നത്. അപ്പം അങ്ങനെ അത് വർഷങ്ങൾക്ക് മുൻപേ എൻ്റെ മനസ്സിൽ അങ്ങനെ കിടന്നിരുന്നു ഇങ്ങനെ ഒരു കാഴ്ച. പിന്നീട് കുറേ നാൾ കഴിഞ്ഞു, വർഷങ്ങളോളം കഴിഞ്ഞു, ഞാനിങ്ങനെ ഒരു നോവൽ എഴുതണമെന്ന് എനിക്കിങ്ങനെ തോന്നിയപ്പോൾ, നോവൽ എഴുതാൻ തോന്നിയതല്ല, എൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് ഞാനിങ്ങനെ സംസാരിച്ച വഴിക്ക് ഈ ഉള്ളാളം ദർഗയെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു ചർച്ച വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ പോയിട്ടുണ്ട്, ഇത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ദൈവമേ, ഈ ആടുകൾക്കൊരു ജീവിതം ഉണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആടുകളുടെ ഞാനിപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ അത് നമ്മൾ സ്നേഹിച്ച് വളർത്തിയിട്ട്, സ്നേഹം തന്നെയാണ് ശരിക്കും സ്നേഹമെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരകൃത്യം തോന്നുന്നു. അതും ഞാനിപ്പോൾ എൻ്റെ കരു എന്ന് പറയുന്ന പുതിയ നോവലിൽ അതിനെക്കുറിച്ച് ഞാനൊരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിക്കപ്പെടുന്നതും സ്നേഹത്തിൻ്റെ പേരിലാണ്, ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നതും സ്നേഹത്തിൻ്റെ പേരിലാണ്, എന്നാൽ എല്ലാവരും കൊതിക്കുന്നതും സ്നേഹത്തിൻ്റെ പേരിലാണ്. അപ്പോൾ അങ്ങനെ സ്നേഹിച്ച് വളർത്തിയ ഒരു ആടിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചപ്പോൾ ഉണ്ടായ ഒരു നോവലാണ് അഖില ലോക ആട് കമ്പനി എന്ന് പറയുന്നത്. പക്ഷേ അത് പറഞ്ഞു വന്നപ്പോൾ ഒരാട് രാജസ്ഥാനിൽ ജനിക്കുന്നു, അത് ആട് ഹിന്ദുവാണ്. അവിടെ രാജസ്ഥാനിൽ ഹിന്ദുവായിട്ട് ജനിക്കുന്ന ഒരാട് യാദർശികമായിട്ട് ഒരു ദിവ്യ ആടായിട്ട് അവിടെ മാറുന്നു. ആ ആടിൻ്റെ ദിവ്യത്വം കേട്ടുകൊണ്ട് കേരളത്തിൽ നിന്ന് പോകുന്ന ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ഒരു ലോറി ഡ്രൈവർ അതിനെ അടിച്ചുകൊണ്ട് വരുന്നു. കാരണം അയാൾക്ക് വീട്ടിൽ കഷ്ടകാലമാണ്. അപ്പോൾ ഈ പുണ്യാളൻ ആട് വന്നു കഴിഞ്ഞാൽ അയാളുടെ കഷ്ടകാലം മാറുന്നു, അയാൾ ഇവിടെ കൊണ്ടുവരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അയാൾക്ക് നേരെ മറിച്ച് രാജസ്ഥാനിൽ വലിയ ഐശ്വര്യാഭിവൃദ്ധിയൊക്കെ ഒരാൾക്ക് ഉണ്ടായെങ്കിൽ ആട് ഇവിടെ വരുമ്പോൾ ഇയാൾക്ക് നേരെ മറിച്ച് ഒരു ദുരന്തമായി മാറുന്നു. അപ്പോഴാണ് അയാൾ ഈ ആടിനെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴത്തേക്ക് ഈ ആട് ശരിക്കും മുസ്ലിങ്ങളുടെ മൃഗമാണ്, ആട് മുസ്ലിമാണ്. കഴിഞ്ഞ ജന്മത്തിൽ പോക്കർ എന്ന് പറയുന്ന ഒരു ആട്ടിടയനായിരുന്നു ഈ ആട്, പേർഷ്യയിൽ ജനിച്ചത്. അതുകൊണ്ട് ഇതൊരു മുസ്ലിമിന് കൊടുത്ത് അതിനെ വളർത്തണം എന്ന് പറയുന്നു. അങ്ങനെ ഈ ആടിനെ ഏറ്റെടുക്കാൻ പറ്റിയ ഒരു മുസ്ലിമിനെ തിരക്കിയിട്ടുള്ള ആ ഹദാസനായ വീട്ടുകാരൻ്റെ സഞ്ചാരം, അയാളൊരാളെ കണ്ടുപിടിക്കലും, ആ ആട് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹവും, ആ ഒരു ബുദ്ധിമാന്ദ്യം സംഭവിച്ചൊരു കുട്ടി ഈ ആടിനെ സ്നേഹിച്ചൊരു കളിക്കൂട്ടുകാരനായിട്ട് മാറുകയാണ്. പക്ഷേ ആ ആടിനെ അവൻ്റെ ഉമ്മ ഏറ്റുവാങ്ങുന്നതിന് അവർക്കൊരു ദൗത്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭർത്താവ് വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ടുപോയൊരു മനുഷ്യനാണ്, ഭ്രാന്തായിട്ട്. അപ്പോൾ അയാൾ തിരിച്ചു വരണമെങ്കിൽ ഈ ആടിനെ നിങ്ങൾ ഉള്ളാളത്തേക്ക് ഒരു ആടിനെ നേർച്ചയാക്കി വിടൂ എന്ന് പറയുമ്പോൾ സ്നേഹത്തിന് വേണ്ടിയിട്ട്, അതായത് ഭ്രാന്തനായെങ്കിലും ഭർത്താവിനെ സ്നേഹിച്ച ഒരു സ്ത്രീ ആടിനെ കൊണ്ടുവന്ന് 4 വർഷം വീട്ടിൽ വളർത്തുന്നു. ഈ 4 വർഷം കൊണ്ട് വീട്ടിലെ ഒരു കുട്ടിയുമായിട്ട് ആടിന് ആത്മബന്ധം ഉണ്ടാകുന്നു. പക്ഷേ ആ ആത്മബന്ധത്തെ മുറിച്ചുകൊണ്ട് ആ സ്ത്രീ ആടിനെ ഉള്ളാളത്തേക്ക് വിടുന്നതാണ് എൻ്റെ ചിന്തയിൽ വന്നൊരു കാഴ്ച. അപ്പോൾ അത് മറ്റൊരാൾ പറയാത്ത രീതിയിലാകണം എന്നുള്ളൊരു ബോധപൂർവമായ കാഴ്ചപ്പാടിലല്ല. ഞാൻ കണ്ട കാഴ്ചയിൽ നിന്ന് എൻ്റെ മനസ്സിലേക്ക് ആട് കരഞ്ഞും ചിരിച്ചും മണികിലേക്കൊക്കെ ഓടി വന്നത് ആ രൂപത്തിലാണ്. അങ്ങനെ സംഭവിച്ചു പോയതാണ് അഖില ലോക ആട് കമ്പനി എന്ന് പറയുന്ന കഥ. ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഇന്നിവിടെ പ്രസിദ്ധീകരിക്കുന്ന എൻ്റെ ഒരു പുതിയ നോവലുണ്ട്, കരു എന്ന് പറയുന്നത്. അതും ഇതുപോലെ തന്നെ എണ്ണിയാലൊടുങ്ങാത്ത മനുഷ്യരുടെ ജീവിതമാണ് അതിനകത്ത് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അതും ഞാൻ എൻ്റെ സഞ്ചാരപഥങ്ങളിലൂടെ ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച വഴിയിൽ കണ്ട മനുഷ്യരും അവരുടെ ജീവിതങ്ങളും ഒക്കെ ആയിട്ട് സാധാരണ ആരും പറയാത്ത തരത്തിലുള്ള മനുഷ്യജീവിതങ്ങളാണ് ഞാൻ അതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് എൻ്റെ എളിയ വായന കൊണ്ടുള്ളൊരു വിശ്വാസം. ആ നോവലിൻ്റെ ആദ്യകാലം മുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇവിടെ ഈ സദസ്സിൽ ഇരിപ്പുണ്ട്, നമ്മുടെ നജീബ് മൂടാടി എന്ന് പറയും. അദ്ദേഹം ആയിരുന്നു ആ നോവലിൻ്റെ ആദ്യം തൊട്ട് വായിച്ചു വന്ന ഒരാൾ. പിന്നെ ഒരാൾ പ്രശസ്ത കഥാകൃത്ത് ഉണ്ണികൃഷ്ണൻ കൊടുങ്ങൂരാണ്. അദ്ദേഹമാണ് എനിക്കിതിന് ഒരു അവതാരിക എഴുതി തന്നിരിക്കുന്നത്. ഈ രണ്ടാളുകളും ആ നോവൽ എങ്ങനെ ഉണ്ടായി, ആ നോവൽ എങ്ങനെ വികസിച്ചു എന്നൊക്കെ അവർക്കറിയാം. പക്ഷെ അതിലുള്ള ആളുകളും ജീവിതവും അവർ പറയുന്നു അവർ കണ്ടിട്ടില്ല എന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എനിക്കെൻ്റെ ഒരു പുതുമ ഉണ്ടാക്കണം എന്ന് കരുതി ബോധപൂർവ്വം സൃഷ്ടിച്ചതല്ല ഞാൻ. എനിക്ക് ഒരു നോവൽ എഴുതണം എന്നൊരു തോന്നൽ അല്ലെങ്കിൽ ഒരു ആവശ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ എഴുതിപ്പോയതാണ് ആ നോവൽ.
കരുവിനെ കുറിച്ച് പുതിയ നോവലാണല്ലോ ഇവിടെ വായിക്കാൻ കിട്ടും. അപ്പം കരുവിനെ കുറിച്ച് ഒരു ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എന്താണ് പറയാൻ പറ്റുക? അതായത് സ്നേഹം കൊണ്ട് നേടിയവരും ലാഭം കൊയ്തവരും നഷ്ടത്തിലേക്ക് പോയവരുമായ ഒന്നിലധികം സ്ത്രീകളുടെ കഥയാണ് കരു. ഒരു 6-7ഓളം ഞാൻ വിശ്വസിക്കുന്നു അതിശക്തരായ മറ്റാരും കാണാത്ത തരത്തിലുള്ള സ്ത്രീ ജീവിതങ്ങൾ അതിനകത്തുണ്ട്. അവർ പല സമൂഹങ്ങളിലാണ്. കാരണം ഒന്ന് ഹൈറേഞ്ച് പോലെയുള്ള മലയോര മേഖലകളിൽ ഒരു കുടിയേറ്റ കാലത്ത് ജീവിച്ച 2 സ്ത്രീകളും അവരുടെ സ്നേഹബന്ധവും ആ സ്നേഹം അവരെ എങ്ങനെ മുറിവേൽപ്പിച്ചു അല്ലെങ്കിൽ അവരെ എങ്ങനെ സംരക്ഷിച്ചു എന്നുള്ള ഒരു ഭാഗവും അവിടെ നിന്ന് തുടങ്ങുന്ന ഒരു യാത്ര പിന്നീടത് മഹാനഗരമായ ബോംബെയിലേക്കും കൽക്കട്ടയിലേക്കും മംഗലാപുരത്തിൻ്റെ ഒരു തുറമുഖ പട്ടണത്തിലേക്കുമൊക്കെ ചെന്നെത്തിക്കൊണ്ട് അതേപോലെ തന്നെ അതേ ജീവിതം കൊണ്ട് അല്ലെങ്കിൽ അതേ സ്നേഹം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട മറ്റ് 6-7 സ്ത്രീകളുടെ ജീവിതത്തിലേക്ക് 2 ആളുകൾ കടന്നു പോകുന്ന ഒരു നോവലാണ്. അതായത് പൂർണ്ണമായിട്ടും സ്ത്രീകൾ എന്തെല്ലാം അനുഭവിക്കുന്ന സ്ത്രീകളുടെ ജീവിതം എങ്ങനെയാണ് ഇങ്ങനെയുള്ള സ്ത്രീകൾ ജീവിച്ചു പോയത് എന്നുള്ള അവരുടെ വേദനകൾക്കൊപ്പം നടക്കാനാണ് ഞാൻ ആ നോവലിൽ ശ്രമിച്ചിട്ടുള്ളത്. എൻ്റെ കാഴ്ചപ്പാടുകളും നിരീക്ഷണങ്ങളും എല്ലാം ഞാൻ അതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കാരണം ഞാൻ അങ്ങനെ കുറേ ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ട്. ഒരുപാട് നന്ദി. ഇപ്പോൾ അജിജേഷിലേക്ക് വരികയാണെങ്കിൽ അജിജേഷിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഗ്രാമ പശ്ചാത്തലത്തിൻ്റെ പല അടരുകൾ ഏറ്റവും നന്നായി പ്രതിഷ്ഠിക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ്. ശരിയാണോ? അപ്പോൾ ഇതിൽ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് അജിജേഷിൻ്റെ കഥകളിലായാലും ഇനി പിന്നെ പറയുന്ന നോവലുകളുടെ ഒരു തുടക്കത്തിലൊക്കെ ആയാലും ഒരു രക്ഷയുമില്ലാത്തൊരു വയലൻസിൻ്റെ കടന്നുവരവ് ഇപ്പോൾ അടുത്ത് വായിച്ചിട്ടുള്ള കഥകളിലൊക്കെ ശ്രദ്ധിക്കാൻ പറ്റി. അപ്പം പ്രത്യേകിച്ചും ഈ ഒരു ഗ്രാമ പശ്ചാത്തലത്തിലാവുന്ന സമയത്ത് അജിജേഷിൻ്റെ എഴുത്തുകളിൽ കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ അജിജേഷ് പറയുന്നത് കൂടുതൽ ഫാൻറ്റസി ആണോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമാണോ? എന്താണ്? എളുപ്പമുള്ള ചോദ്യമൊക്കെ ഓലോട് ചോദിക്കുക, വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യം മുഴുവൻ എന്നോട് ചോദിക്കുക. അല്ല, എനിക്ക് തോന്നണത് എന്താ വെച്ചാൽ ഇപ്പം നിങ്ങൾ ഗ്രാമസ്ഥല്ലേ? ഇവിടെ ഗ്രാമസ്ഥപ്പെടാത്ത ആരാളേ? എല്ലാവർക്കും ഗ്രാമസ്ഥല്ലേ? പണ്ട് ഞാൻ പിന്നെ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ പോകുമ്പോഴേ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ്, ഈ കൊളോക്കിയൽ ഭാഷ ഉപയോഗിക്കാൻ എനിക്ക് അത്ര ഒരു എന്താ പറയുക ആത്മവിശ്വാസം ഇല്ലായിരുന്നു. അപ്പം ഞാൻ ആദ്യം കുറച്ച് മസിലൊക്കെ പിടിച്ച് നമ്മൾ അച്ചടി ഭാഷയിലൊക്കെ പറയും. പിന്നെ നമ്മൾ ഉള്ളിൽ കിടക്കണമല്ലോ, എന്തായാലും പുറത്ത് വരുമല്ലോ കുറച്ച് കഴിയുമ്പോൾ. അടുത്ത സെക്കൻഡിൽ ഈ സാധനം വരും. ഒരു പാരഗ്രാഫ് കഴിയുമ്പോഴത്തേന് ഞാൻ എൻ്റെ ഭാഷയിലേക്ക് വരും. പക്ഷേ ഈ സാഹിത്യത്തിൽ, മലയാള സാഹിത്യത്തിൽ ഈ അടുത്ത കാലത്തുണ്ടായ അതിശക്തമായിട്ടുള്ളൊരു മുന്നേറ്റം എന്താണെന്ന് വെച്ചാൽ കൊളോക്കിയൽ ഭാഷ ഗംഭീരമായിട്ട് സാഹിത്യത്തിലേക്ക് വന്നെന്നുള്ളതാണ്. അത് പുതിയ തലമുറ, എന്തൊക്കെ പറഞ്ഞാലും പുതിയ തലമുറ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മളല്ലല്ലോ, ഒരുപാട് ആളുകളുണ്ട് ഇതിൽ, ഇപ്പോൾ അമലടക്കം ഉണ്ട് ഇവിടെ. അപ്പം ഏറ്റവും പുതിയ തലമുറ അവരുടെ ഭാഷയിൽ കഥകൾ പറയാൻ തുടങ്ങി എന്നുള്ള. അപ്പോൾ അതൊരു വലിയൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ മറ്റുള്ള ഭാഷകൾ പഠിക്കാൻ അങ്ങനെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുക അല്ലേ? ഞാൻ ചോദിക്കുന്നത്, നമ്മളെ കേരളത്തിൽ തന്നെ ഈ നമ്മൾ മലയാളത്തിനെ തന്നെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രാദേശികത നമുക്ക് എത്ര പേർക്ക് അറിയാമെന്നുള്ളതാണ്. പ്രാദേശികമായിട്ടുള്ള ഒരു വർത്താനം അതെത്ര ആളുകൾക്ക്. അപ്പോൾ ഇത് സാഹിത്യത്തിൽ വരുന്നോട് കൂടിയിട്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ശരിക്കും നമ്മൾ ഇപ്പം PV ഷാജികുമാർ കാസർഗോഡ് നിന്ന് കഥ പറയുമ്പോൾ നമുക്ക് കാസർഗോഡൻ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുന്ന പോലെ തോന്നും. അമൽ ഇങ്ങേപ്പുറത്ത് തിരുവനന്തപുരത്ത് നിന്ന് പറയുമ്പോൾ നമുക്ക് അമലിൻ്റെ ദേശത്തിലൂടെ സഞ്ചരിക്കണം. ശരിക്കും ഈ കൊളോക്കിയൽ ഭാഷ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയുടെ ഒരു എന്താ പറയുക ഒരു മുന്നേറ്റം അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇതായിട്ടൊക്കെ തോന്നിയിട്ടുള്ളൂ. കാരണം ഞാൻ ഇമ്പൊക്കിപ്പം ഒരു ജീവിതം കൊണ്ട് എല്ലാ സ്ഥലത്തും എത്തിപ്പെടാനൊന്നും പറ്റൂല, ഇല്ലല്ലോ. നമ്മൾ സാഹിത്യവും ആർട്ടും ഒക്കെ അങ്ങനെയാണ്, നമ്മളൊരു കൈമാറലുകളാണ്. അപ്പം നമുക്ക് അതൊരു ഡിക്ഷണറി ആയിട്ടും കൂടി പ്രവർത്തിക്കും എന്നുള്ളതാണ്. പല വാക്കുകളും നമുക്ക് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. ഭയങ്കര രസമല്ലേ അത്? നമ്മളിവിടെ ഇരുന്നിട്ട് നമ്മൾ തിരുവനന്തപുരത്തിനെ അറിയുന്നു, കാസർഗോഡിനെ അറിയുന്നു. ഞാൻ കേരളത്തിൻ്റെ ബേസിൽ മാത്രമായിട്ടാണ് പറയണത്. അപ്പം ആ ഗ്രാമീണത ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ എല്ലാ കഥകളും നോവലുകളും അങ്ങനെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പം നമ്മളെ സബ്ജക്റ്റിനനുസരിച്ച് ഇതൊക്കെ മാറും, മനസ്സിലായില്ല? അപ്പോൾ ഗ്രാമത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ ആദ്യകാല കഥകളിലൊന്നും അങ്ങനെ ഗ്രാമത്തിൻ്റെ ഒരു ഇതാണ് പ്രശ്നം, ഈ കോൺഫിഡൻസ് കുറവ്. അപ്പം ഞാൻ ഇതേമാതിരി ഒരു പരിപാടിക്ക് കോട്ടയത്ത് പോയപ്പോൾ ഞാൻ അവിടുന്ന് ഇതേമാതിരി ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി ആദ്യം ഭയങ്കര മസിൽ പിടിച്ചൊക്കെ വർത്തമാനം പറഞ്ഞ് പിന്നെ എന്താ സാധാരണ നമ്മളെ നാട്ടിലത്തെ ഭാഷയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അത് പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നിങ്ങളെ വർത്തമാനം നിങ്ങളെ ഭാഷ അവിടുത്തെ ഭാഷയാണത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അത് അടുത്ത് ഇത് നല്ല രസമുണ്ട്. അപ്പോഴാണ് എനിക്ക് സംഗതി കിട്ടി, ഇത് കൊള്ളാലോ,
അപ്പം നമ്മൾ അവിടെ മുതലാണ് ഞാൻ പ്രാദേശികതൻ്റെ ഒരു വില മനസ്സിലാക്കുന്നത്. നമുക്കില്ലാത്തൊരു വില അതുണ്ട്. അത് എല്ലാ പ്രദേശങ്ങളിലുള്ള ഭാഷയ്ക്കും ഉണ്ട്, കൊളോക്കിയൽ ഭാഷയ്ക്കും ഉണ്ട്. അതുകൊണ്ട് ഞാൻ എവിടെ പോകുമ്പോഴും ഞാനിപ്പോൾ ശബ്ദം പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കുകയാണ്. ഞാൻ പിന്നെ എഴുത്തിനെ പറ്റി ഇങ്ങനെ ഇപ്പോൾ പുതിയ ആൾക്കാർ ഇങ്ങനെ ചോദിക്കല്ലോ, എഴുതി തുടങ്ങുന്ന ആൾക്കാർ. അപ്പം ഞാൻ തെളിഞ്ഞെന്നല്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാനിപ്പം എന്നോട് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയും, നിങ്ങൾ നിങ്ങളെ ഭാഷയിൽ എഴുതുക, കഥ എഴുതുക. ചിന്തിക്കാൻ എങ്ങനെ ചിന്തിക്കാൻ നമുക്ക് അല്ലേ? ചിന്തയ്ക്ക് ഒരു ഭാഷ ഇല്ലല്ലോ. പക്ഷെ എഴുതുമ്പോൾ നിങ്ങളെ ഭാഷയിൽ എഴുതുക, ആരും നോക്കണ്ട എന്ന് ഞാൻ അങ്ങനെ പറയലേ. കാരണം എനിക്ക് ആരും തരാത്തൊരു എന്നോട് ആരും പറയാത്തൊരു സംഭവമാണ്. അപ്പോൾ അവർക്ക് ഒരിക്കലും അതൊരു പിന്നെ എൻ്റെ ഭാഷയിൽ എഴുതിയാൽ ഇത് ആളുകൾക്ക് മനസ്സിലാവുമോ എന്നുള്ളൊരു സന്ദേഹം ഉണ്ടാകാൻ പാടില്ല. നമ്മളെ ഭാഷ നമ്മളെ സ്വത്താണ്. അത് മലയാളം മാത്രമല്ല, മലയാളം എന്നുള്ളതിൽ തന്നെ ഒരുപാട് കൊളോക്കിയൽ ലാംഗ്വേജസ് ഉണ്ട്. അതും നമ്മളെ സ്വത്താണ്. അപ്പോൾ ആ സ്വത്തിനെ നമ്മൾ പരസ്പരം വീതം വെക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് ഗ്രാമീണത ആവശ്യമുള്ളപ്പോൾ ഗ്രാമീണത വരും. അല്ല പിന്നെ വയലൻസിനെ പറ്റി ഞാൻ എഴുതി ഏത് കഥയിലാണ് വയലൻസ് ഉള്ളത്? മനഃപൂർവ്വമായിട്ട് ഞാൻ അങ്ങനെ ഒരു വയലൻസ് ഉണ്ടാക്കിയോ? എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഏതാ കഥ ഏതാ ഞാൻ അല്ലയ്ക്കോ ഇനിയിപ്പോൾ തുന്നലാണെന്നുണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റിന് അത് ചിലപ്പോൾ മജീദിനെ ആയിരിക്കും ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവും, എന്നെ ആവില്ല. അപ്പം എന്തായാലും വയലൻസ്, ഇപ്പം ഞാൻ വയലൻസിൻ്റെ കാര്യം ഞാൻ പറയാം. മനുഷ്യന്മാരെ തുന്നലല്ല, അതിന് മുമ്പ് ഒരു വീട്ടിലുള്ള മൊത്തം ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്ന അതില്ലേ? സോറി അത് അറിയാതെ എഴുതിയതാണെന്ന്. അല്ല അത് എന്താ ആ കഥയുടെ പേരെന്താ? ഈരോത്തുമല വന്യജീവി സങ്കേതം. അല്ല അപ്പം ജീവിതം അങ്ങനെയാണ്. അതായത് നമ്മളെ ഉള്ളിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ. ഇപ്പം ഞാൻ എപ്പോഴും പറയലുണ്ട്, ഞാനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത, പൂർണ്ണമായിട്ടെന്ന് ഞാൻ പറയില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മനുഷ്യനായത് ഈ വായനോണ്ട് എഴുത്തുകൊണ്ടൊക്കെയാണ്. എൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പരിപാടി ഞാൻ മനുഷ്യനാകാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് എഴുത്തും വായന എന്നുള്ളതാണ്. അപ്പം നമ്മളെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിലും ഒരു 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 വയലൻസിൻ്റെ ഒരു സാധനം ഉണ്ട്. ഇപ്പം നമ്മളെ ഈ അടുത്ത് വന്ന പിന്നെ നോവലുകളിലൊക്കെ ഉണ്ട്, അത് കഥകളിലുണ്ട്. അത് പിന്നെ എനിക്ക് തോന്നില്ല ഇവരാരും എഴുത്തുകാരും അത് മനഃപൂർവ്വം വയലൻസും, ഇപ്പം ഭയങ്കര വിമർശനമുണ്ട് വയലൻസും സെക്സിനെയൊക്കെ പറ്റിയിട്ട്. ഇതൊക്കെ നമ്മളെ ഉള്ളിലുള്ള പിന്നെ അടിസ്ഥാനപരമായിട്ടുള്ള സാധനങ്ങൾ. അത് ഓരോ സബ്ജക്റ്റിനനുസരിച്ച് അത് പുറത്തേക്ക് വരും എന്നുള്ളതാണ്. ഇപ്പം ഈരോത്തുമലയിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം, നമ്മളെ കുടുംബം, നമ്മളൊരു ഫാമിലി, അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ ഉമ്മ, വാപ്പ, മക്കൾ, ഇതിൽ ഒരു ടീം പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറയാം അതിലൊരു ടീമുണ്ട്. ഇപ്പം നമ്മൾ പറയും മക്കളൊക്കെ ഒരുപോലെയാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഞാൻ പറയുന്ന ഒരു വലിയൊരു ടീം എന്നല്ല, ചെറിയൊരു സംഭവം, ഒരു കുഞ്ഞു സാധനം തമ്മിലുണ്ടായിരിക്കും. അത് ചിലപ്പോൾ ചിന്ത കൊണ്ടുള്ളൊരു ബോണ്ട് ഉണ്ടായിരിക്കും, പിന്നെ അതല്ലെങ്കിൽ ഇഷ്ടങ്ങളൊരു ബോണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സംഗതി ഒരു പീക്ക് ലെവലിലേക്ക് പോകുമ്പോൾ ഒരു കുടുംബത്തിലെ എല്ലാവരും പരസ്പരം പിന്നെ ഇല്ലാണ്ടായി പോകുന്ന ഒരു കഥയാണ് ഈരോത്തുമല. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാനത് അങ്ങനെ വയലൻസ് വേണം വിചാരിച്ച് ചെയ്ത സാധനമല്ല. അതിൽ വയലൻസ് വന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ, അതിന് അറിയാതെ പറ്റിപ്പോയതാണ്. ഇനി തെറ്റ് ആവർത്തിക്കില്ല. നന്ദി. അപ്പോൾ ജിജേഷിന് ചോദിക്കുകയാണെങ്കിൽ, പിന്നെ ആദ്യത്തെ നോവൽ നേരത്തെ പറഞ്ഞതുപോലെ എഴുതുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. അപ്പോൾ രണ്ടാമത്തെ നോവലിനെ കുറിച്ച് എഴുതി തുടങ്ങിയോ? രണ്ടാമത്തെ നോവല് എഴുതി തുടങ്ങി. സോ രണ്ടാമത്തെ നോവലിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് എന്തായാലും കുറേ മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തുന്നുണ്ടാവും ആദ്യ നോവലിനേക്കാൾ. ഒരു പക്ഷേ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ഒരു നോവലിസ്റ്റ് എന്നുള്ള നിലയിൽ രണ്ടാമത്തെ സൃഷ്ടിക്ക് വേണ്ടി ജിജേഷ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, ആദ്യത്തെ നോവലിനെ പോലെ ഒരിക്കലും ആകരുത് എന്നാണ് രണ്ടാമത്തെ നോവലിലേക്ക് വരുമ്പോഴുള്ള ഇത്. അത് ആശയപരമായാലും ഭാഷ കൊണ്ടായാലും ആഖ്യാനത്തിലായാലും വ്യത്യസ്തമായിരിക്കണം അടുത്ത നോവൽ. അതായത് ഊഹിച്ച് എഴുതിയ ഒരാളല്ല ഇനി അടുത്ത നോവലുമായിട്ട് വരേണ്ടത് എന്നാണ് എൻ്റെ ആഗ്രഹം. മാത്രമല്ല അതിനുള്ള മുന്നൊരുക്കങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ നോവലിലുള്ള പല സ്ഥലങ്ങളുണ്ടാവും. ഇപ്പോൾ ഊഹിഷിൻ്റെ അകത്ത് തന്നെ പല നാടുകളിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നുണ്ട്. അതുപോലെ പലതരം ഭക്ഷണങ്ങൾ അവർ കഴിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയിട്ടാണ് ആ സാധനങ്ങൾ എഴുതുന്നത്. അതുപോലെ പുതിയ നോവലിലും അത്തരം പഠനങ്ങൾ ആവശ്യമുണ്ട്. അതാണ് അതിൻ്റെ നടത്തുന്ന മുന്നൊരുക്കങ്ങൾ. കുറച്ചുകൂടി വിശദീകരിച്ച്, വളരെ കുറച്ചേ സംസാരിക്കുന്നുള്ളൂ.
അത് വിശദീകരിച്ചിട്ട് പറയാന്ന് വെച്ചാൽ ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ഇപ്പം നേരത്തെ അലീന രണ്ട് സ്ത്രീകളല്ലേ, അപ്പോൾ ഈ രണ്ട് സ്ത്രീകളെ കുറിച്ച് പറയുന്ന സമയത്ത് സ്ത്രീകളായിട്ടുള്ള സുഹൃത്തുക്കളുടെയോ ആരുടെയെങ്കിലും ഒരു പിന്നെ ഡാറ്റാബേസിലോ അല്ലെങ്കിൽ അതിൻ്റെ നോവലിൻ്റെ സൃഷ്ടിയിൽ എവിടെയെങ്കിലും സ്ത്രീ സുഹൃത്തുക്കളുടെ സഹായം സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ എങ്ങനെയാണ് ആലോചിക്കുക? കാരണം ഒരു പുരുഷനാണ്, അതും ഏറ്റവും മുഖ്യ കഥാപാത്രങ്ങളായിട്ടുള്ള രണ്ട് സ്ത്രീകളെ കുറിച്ചാണ് എഴുതുന്നത്. എല്ലാ ചിന്തയും അല്ലെങ്കിൽ എല്ലാ ബേസും ഇരിക്കുന്നത് സ്ത്രീകളിൽ നിന്നാണ്, അവരുടെ ഇമോഷൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ സ്ത്രീകളെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഒരു സ്ത്രീ സുഹൃത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നോ? ഇല്ല. അതായത് പരകായ പ്രവേശമാണ്. തീർച്ചയായും നമ്മൾ ഒരു സ്ത്രീയായി മാറുക, എന്നിട്ട് എന്താണ് അവർ ചിന്തിക്കുന്നതെന്ന് ആലോചിക്കുക, അങ്ങനെ എഴുതിയതാണ്. അല്ലാണ്ട് ആരും സ്ത്രീകളുടെ, ഞാനൊരു ഫെമിനിസ്റ്റാണ്, അതുകൊണ്ട് സ്ത്രീകൾ എന്തൊക്കെ, എൻ്റെ വീട്ടിലൊരു സ്ത്രീയുണ്ട്, എൻ്റെ അമ്മ, അതുകൊണ്ട് അമ്മേൻ്റെ ചിന്തകൾ എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടാക്കിയതാണ്. പിന്നെ എനിക്കറിയുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, അവരുടെ എന്താ പറയണ്ടേ, അവരുടെ മാനറിസങ്ങൾ, അവരുടെ ചലനങ്ങൾ, അവരുടെ ചിന്തകൾ ഒക്കെ അതിൽ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു നോവലിസ്റ്റ് എന്നുള്ള നിലയിൽ ഹരികൃഷ്ണൻ നോവൽ എഴുതി കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ഒരു സാധാരണ വ്യക്തി എന്നുള്ളതിൽ? ഇപ്പോൾ നോവലിസ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യ നോവലാണ്. അപ്പോൾ ആദ്യ നോവലിൻ്റെ ശേഷം ഒരു പക്ഷേ ആ എഴുത്തിൻ്റെ ഒരു ആരംഭം മുതലേ എന്തെങ്കിലും വ്യത്യസ്തതകൾ ജീവിത രീതിയിലാണെങ്കിലോ അല്ലെങ്കിൽ പിന്നെ വായനയിലോ ഒക്കെ വളരെ എന്താ പറയുക മുൻകരുതലുകളുടെയുള്ള ജീവിത രീതി ഉണ്ടോ? എന്തെങ്കിലും മാറ്റങ്ങൾ? അങ്ങനെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നോവൽ എഴുതുന്നതിന് മുമ്പ് കഥകൾ എഴുതി. 2021 എൻ്റെ ആദ്യത്തെ കഥ പ്രസിദ്ധീകരിച്ചു വരുന്നത്. ആ സമയം തൊട്ട് ഇങ്ങോട്ട് അതിന് മുമ്പേ കഥകൾ എഴുതുന്നുണ്ട്. അപ്പോൾ വാരികളിലൊക്കെ കഥകൾ പ്രസിദ്ധീകരിച്ച് വരാറുണ്ട്. പക്ഷേ നോവൽ എഴുതിയതിന് ശേഷം, എഴുതിയത് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഞാനിങ്ങനെ അവിടെ ഇരിക്കാറായിരുന്നു, എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു, അങ്ങനെ കുറച്ച് വേദികളിലേക്ക് ക്ഷണിക്കപ്പെടുന്നു. എനിക്ക് തോന്നുന്നത് അത് ഒരു പെട്ടെന്നുണ്ടായൊരു പ്രതിഭാസം എന്നുള്ള രീതിയിലേ നമ്മൾ അതിനെടുക്കുന്നുള്ളൂ. നാളെ അവിടെ പോയിരിക്കാൻ യാതൊരു മടിയില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വലിയ മാറ്റം ഇത് സൃഷ്ടിക്കുന്നു, ഞാൻ മറ്റൊരാളായി മാറുന്നു എന്നുള്ളൊരു ചിന്തയൊന്നുമില്ല. പക്ഷെ വായനയിലൊക്കെ കുറച്ചുകൂടി ഒരു ശ്രദ്ധ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ കാര്യങ്ങൾ നോക്കിക്കാണുന്നതിൽ, ഒബ്സർവേഷനിൽ, ഇതിലൊക്കെ കുറച്ചുകൂടി ആഴത്തിൽ നമ്മൾ ആളുകളെ അല്ലെങ്കിൽ കാര്യങ്ങളെ പരിഗണിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു വായനയൊക്കെ ചെറുപ്പത്തിലെ അതിൻ്റെ ഒരു പരിണാമം എന്ന് പറയുന്നത് നമ്മുടെ വളർച്ചയുടെ പല ഘട്ടങ്ങളിലായിട്ട് പല പുതിയ പുസ്തകങ്ങൾ വരുന്നു, പല പുതിയ ആളുകളെ കാണുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ രാഷ്ട്രീയ ചിന്താഗതികൾ ഒക്കെ വായനയെ സ്വാധീനിക്കുന്നുണ്ട്. അത് നമ്മളൊരു പുസ്തകം എഴുതിയെന്നത് കൊണ്ട് മാത്രമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ വായനയോ അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ വായിക്കണമെന്നുള്ളൊരു ചിന്താഗതി ഇല്ല. അന്ന് തുടർന്ന് വന്ന അതേ വായന. പിന്നെ അജിജേഷ് പറഞ്ഞു വന്ന ഒരു കാര്യത്തിൽ നമ്മുടെ പ്രാദേശിക ഭാഷകൾ, എനിക്ക് തോന്നുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ കടന്നു വന്നതുകൂടെ ഈ ഇത്തരം ഇപ്പോൾ ഉയിഷ് എന്നുള്ള പ്രയോഗം, അത് ഈ വടകര ഭാഗത്തൊക്കെ ഉയിൻ്റപ്പ എന്നാണ് പറയുക. അങ്ങനെ ഓരോ ഭാഗത്തും അതിന് പ്രത്യേകമായിട്ടുള്ളതുണ്ട്. അത് ഏകദേശം ഈ ഇത്തരം കൈമാറ്റങ്ങൾ, അതായത് ഭാഷയുടെ ഈ കൊളോക്കിയലായിട്ടുള്ള ഭാഷയുടെ കൈമാറ്റം സോഷ്യൽ മീഡിയ യുഗം വന്നതോടെ കുറച്ചുകൂടെ വേഗത്തിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കിപ്പോൾ നമുക്ക് തിരുവനന്തപുരത്തുകാരൻ എന്തരപ്പിന്നോ അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കൻ മലബാറിലൊരാൾ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല. കാരണം അത് ഈ പറയുന്ന മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് ഏകദേശം പരിചിതമായിട്ടുണ്ട്. നമ്മൾ കൂടുതൽ കലരാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് തന്നെ പുതിയൊരു തരത്തിലുള്ള കൊളോക്കിയലായിട്ടുള്ള ഇത് എല്ലാത്തിൻ്റെയും കൂടി ഒരു മിക്സ്ചർ ആയിട്ടുള്ളൊരു ഭാഷ തന്നെ രൂപപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ നോവലിൻ്റെ അനുഭവത്തിൽ വെച്ച് പറയുകയാണെങ്കിൽ, ഞാൻ മലപ്പുറത്തുകാരനാണ്. പക്ഷേ എൻ്റെ നോവലിൻ്റെ പശ്ചാത്തലം കണ്ണൂരാണ്. അതിലെ ഭാഷ കണ്ണൂരിലെ ആളുകൾ മനുഷ്യർ സംസാരിക്കുന്ന അതേ ഭാഷയിലാണ് ഇതുള്ളത്. അപ്പോൾ എന്നോട് ചോദിക്കും, നിങ്ങൾ കണ്ണൂരുകാരനാണോ എന്ന് ചോദിക്കും. യഥാർത്ഥത്തിൽ കണ്ണൂരിനെ പശ്ചാത്തലമാക്കി ഒരു നോവൽ എഴുതാൻ കണ്ണൂരുകാരനാവേണ്ട ഒരു ആവശ്യം ഇന്നത്തെ കാലത്ത് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ തരത്തിൽ മനുഷ്യർ മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ സഞ്ചരിക്കുകയും, അതുമല്ല ഒരു സ്ഥലത്തു നിന്ന് നമുക്ക് സ്വാഭാവികമായി നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ മറ്റൊരു സ്ഥലത്തേക്കും മറ്റുള്ള മനുഷ്യരിലേക്കും സഞ്ചരിക്കാനുള്ള സാധ്യതകൾ ഇതൊക്കെ കൂടുന്നുണ്ട്. അതിനനുസരിച്ച് അതൊക്കെ
നോവലിലും നമ്മുടെ എഴുത്തിലുമൊക്കെ ഒരു പുതിയ രീതിയിലുള്ള ഭാഷയും ഭാവുകത്വവും ഒക്കെ നിർമ്മിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പുതിയ നോവലുകളുടെ കടന്നുവരവിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു പ്രദേശത്തെ മാത്രം ചുറ്റിപ്പറ്റി നിൽക്കുകയോ അല്ലെങ്കിൽ അതിലേക്ക് മാത്രം ചുരുങ്ങാതെ ഒരു യൂണിവേഴ്സൽ അപ്പീൽ തരുന്ന രീതിയിൽ എവിടെ നിന്നും ആർക്കും വായിക്കാൻ കഴിയുന്ന നോവലുകൾ മലയാളത്തിൽ ഉണ്ടാവുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. മീശയൊക്കെ തുടക്കത്തിൽ തന്നെ ഒരു കുട്ടനാടൻ എഴുത്തുകാരന് മാത്രം അനുഭവവേദ്യമാകുന്ന രീതിയിലുള്ള ഒരു എഴുത്തല്ല അത് എവിടെ ഇരിക്കുന്ന ആൾക്കും മറ്റൊരു റെഫറൻസും ആവശ്യമില്ലാതെ തന്നെ അതിനെ ഉൾക്കൊള്ളാനും അതിനെ ആസ്വദിക്കാൻ കഴിയുന്ന ലെവലിലേക്ക് മലയാള നോവൽ എൻ്റെ പരിണാമം സംഭവിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഇത് ഈ പറഞ്ഞ കാര്യത്തിൽ ഇങ്ങനെ ഒരു സംഗതി കൂടി ഉണ്ട് എന്ന് സൂചിപ്പിച്ചു പോകുന്നു. നന്ദി. ഇപ്പോൾ നേരത്തെ ഇപ്പോൾ ഹരികൃഷ്ണനോട് ചോദിച്ച ചോദ്യം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ലത്. ഇല്ല, ഒരു ക്വസ്റ്റ്യനോട് സമയമുണ്ട് അല്ലേ? യെസ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനോട് സമയമുണ്ട്. അപ്പോൾ നേരത്തെ അവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ ഇവിടെയായിരുന്നു കുറച്ചുകൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് തോന്നുന്നു. അതായത് ഇത്രയും കുറച്ചുകൂടി ഞങ്ങളെക്കാളൊക്കെ സീനിയർ ആയിട്ടുള്ള ഒരു റൈറ്റർ എന്നുള്ള നിലയിൽ എഴുത്തുകാരനായി കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി ഗൗരവം ജീവിതത്തിന്, നിരീക്ഷണത്തിന് അല്ലെങ്കിൽ ജീവിത രീതികൾക്ക്, വായനയ്ക്ക് ഒക്കെ കൈവന്നിട്ടുണ്ടോ? അതിന് മുമ്പുള്ളതിൽ നിന്ന് ഒരു സാധാരണ വ്യക്തിയായി നമ്മൾ ഇപ്പോൾ ഒരു ടീച്ചറാണെങ്കിൽ ഒരു ടീച്ചർ പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഭാഗമായിട്ട് കുറേയധികം പ്രിപ്പറേഷൻസ് സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു എഴുത്തുകാരൻ ഒരു പ്രൊഫഷണൽ എഴുത്തുകാരനായി തുടരെ പുതിയ പുസ്തകങ്ങൾ വരുന്ന എഴുത്തുകാരനായി നിലനിൽക്കുന്ന സമയത്ത് എന്ത് ഗൗരവമാണ് വ്യത്യസ്തമായിട്ടുണ്ടായിട്ടുള്ളത്? വായന കൊണ്ടാണ് ശരിക്കും എനിക്ക് മനുഷ്യൻ എന്ന നിലയിൽ സംസ്കരിച്ചെടുക്കാൻ പറ്റിയ ഗുണം എനിക്ക് കിട്ടിയത് വായന കൊണ്ടാണ്. എഴുത്തുകൊണ്ട് എന്താണ് കിട്ടിയതെന്ന് വെച്ചാൽ, നോവലിസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് പൈസ കിട്ടി. കുറച്ച് പൈസയല്ല, കുറച്ചധികം പൈസ കിട്ടി. നല്ല കുപ്പായം മേടിക്കാൻ പറ്റി, നല്ല ഷൂ മേടിക്കാൻ പറ്റി, നല്ല ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പറ്റി. അങ്ങനെ അതെല്ലാം എഴുത്ത് കൊണ്ടെത്തുന്ന ആ മാറ്റങ്ങളാണ്. പക്ഷേ ഈ എഴുത്തിനോടൊപ്പം തന്നെ നമ്മൾ നിരന്തരം ചുമന്നുകൊണ്ട് നടക്കുന്ന ഈ വായന എന്ന് പറയുന്നത് നമുക്ക് പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ തരുന്നു, പുതിയ മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നു. തീർച്ചയായിട്ടും വായനയാണ് എനിക്ക് മാറ്റം തന്നത്. എഴുത്ത് എന്ന് പറയുന്നത് എനിക്കിങ്ങനെ ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള മാറ്റങ്ങൾ മാത്രമാണ് എനിക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ കാഴ്ചക്കാരിലേക്ക്, ഓഡിയൻസിലേക്ക് ചോദ്യത്തിന് വേണ്ടിയുള്ള സമയമാണ്. 4 യുവ നോവലിസ്റ്റുകളാണ് ചോദ്യത്തിന് കൈമാറുന്നു. ഓഡിയൻസ് റൗണ്ടിന് തൊട്ടു മുമ്പായി മജീഷ് സെയ്ദിൻ്റെ പുതിയ പുസ്തകം കരു അക്ഷരം വേദിയിൽ പ്രകാശിതമാവുകയാണ്. ശ്രീ ജിജേഷ് ഭാസ്കർ, ശ്രീ അജിജേഷ് പച്ചാട്ടിന് നൽകി കൃതി പ്രകാശനം ചെയ്യുന്നു. താങ്ക് യു. ഓഡിയൻസ് റൗണ്ടിലേക്കാണ്. ചോദ്യങ്ങൾ പരമാവധി ചുരുക്കി ചോദിക്കുക, ആരോടാണെന്നുള്ളതും വ്യക്തമാക്കുക. നമസ്കാരം. ഞാൻ ചോദിക്കുന്നത് മജീദിനോടാണ്. എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. എങ്കിലും മജീദ് അവസാനം പറഞ്ഞ വാക്ക് വായനയിലൂടെയാണ് കിട്ടിയത്. വായനയിലൂടെ അങ്ങനെയൊക്കെ സൗഹൃദങ്ങളൊന്നും കിട്ടിയിട്ടില്ലേ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അത് ഞങ്ങൾ മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. പിന്നെ ഈ കരു എന്നുള്ള നോവല്, അതിപ്പോൾ കുരു, ഈ പുതിയ നോവല് കരു ഞാൻ ആദ്യം പറഞ്ഞതായിരുന്നു, ശരി. അപ്പോൾ അത് പിന്നെ അതിൻ്റെ ടീസർ ഞാൻ വായിച്ചിട്ടുണ്ട്, ചെറിയ രീതിയിലുള്ള, ഒരുപാട് വിശാലമായിട്ട്. പക്ഷേ അത് കുറച്ചും കൂടിയൊക്കെ ഒരു എങ്ങനെയായിരുന്നു അതിൻ്റെ ഇത് എന്നുള്ളത് വിശദമായിട്ട് പറയാൻ വായനക്കാരാണല്ലോ ഇവിടെ ഉള്ളത്, സാഹിത്യത്തിന് താല്പര്യമുള്ളവരാണ്. അപ്പോൾ അവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് അതിനെപ്പറ്റി ചെറുതായിട്ടൊന്നും കൂടി പറഞ്ഞാൽ കുറച്ചും കൂടി വായനക്കാരെ വായിക്കാൻ പ്രേരിപ്പിക്കുന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു വിശദീകരണം നൽകാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു. ചോദിച്ച ചോദ്യം വളരെ കറക്റ്റാണ്. വായന കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ എഴുത്തുകൊണ്ട് കിട്ടിയ ഒരു പ്രധാന ഗുണമാണ് സൗഹൃദം എന്ന് പറയുന്നത്. അത് ക്ഷമിക്കണം, ഞാൻ അത്ര കടന്ന് അങ്ങോട്ട് ചിന്തിച്ചില്ല. ഈ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ എനിക്ക് സൗഹൃദത്തിൽ കിട്ടിയതും കാരണം അതെല്ലാം ആ വായനയുടെ ബേസ്മെൻറ്റിലാണ് എഴുത്തിലേക്ക് കടന്നത്.
എഴുത്തിലേക്ക് കടന്നു വെച്ചാൽ ഞാനിവിടെ കർണാടകയിൽ പോയി ഞാൻ ഒറ്റപ്പെട്ട ഒരു ജീവിതം ആരംഭിച്ച സമയത്താണ്. ഇപ്പോൾ എൻ്റെ എഴുത്തിൻ്റെ ആദ്യകാലം മുതലേ കൂടെയുള്ള ആളാണ് രശ്മി ടീച്ചർ. അതൊക്കെ ഏറ്റവും ആദ്യം തന്നെ ടീച്ചറുടെ സ്കൂളിൽ വെച്ചിട്ടാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം. ഇപ്പം ഞാൻ അജിജേഷിൻ്റെയൊക്കെ പുസ്തകം ഞാൻ ബുക്ക് സ്റ്റോളിൽ പോയി വാങ്ങി വായിക്കുന്നുണ്ട്. ആ സമയത്തൊന്നും ഞാൻ എഴുതി തുടങ്ങിയിട്ടില്ല. അപ്പോൾ എഴുത്തിലെ ഏറ്റവും വലിയ സീനിയറൊക്കെ ഇവിടെ അടുത്തുണ്ട്, ഇവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ സൗഹൃദം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് ഏറ്റവും ഒരു മനുഷ്യന് കിട്ടാവുന്നതിലെ ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ എൻ്റെ ഈ പുതിയ കരു എന്ന് പറയുന്ന പുസ്തകത്തിൽ സൗഹൃദത്തെക്കുറിച്ച് തന്നെ കൂറുള്ള കൂട്ടുകാരൻ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ജീവിതം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി എന്തും നഷ്ടപ്പെടുത്താൻ ഒരു സുഹൃത്തിന് കഴിയും എന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് ബോധ്യമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ എഴുതിയത്. അതിന് അങ്ങനെ ഈ കിട്ടിയ ഏറ്റവും വിലപ്പെട്ട ഇപ്പം ചോദ്യം ചോദിച്ച നജീബിക്കെല്ലാം എത്രയോ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഞാൻ ആഹാരം കഴിച്ചിട്ടുണ്ട് ഈ ഒരു എഴുത്തിൻ്റെയും വായനയുടെയും ഒരു ഗുണം കൊണ്ടിട്ട്. അത് സമ്മതിക്കുന്നു. പിന്നെ കരു എന്ന് പറഞ്ഞാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എനിക്കെന്നും ഞാൻ സ്ത്രീകളുടെ ജീവിതത്തെക്കുറിച്ചിട്ടാണ് എന്നും ആശങ്കപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടിക്കാലം മുതലേ കണ്ടു വളർന്നത് എൻ്റെ ജീവിതകാലത്ത് ഇപ്പോൾ ഞാൻ ഒരിക്കലും കർണാടകയിൽ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു കലുങ്കുണ്ട് റോഡിൻ്റെ സൈഡിൽ. അപ്പോൾ ആ കലുങ്കിൻ്റെ സൈഡിൽ ഒരു ദിവസം ഒരു രാത്രിക്ക് ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടിയെ ഞാൻ ഒറ്റയ്ക്കാണ് അവിടെ താമസിക്കുന്നത്, ഒരു മലയുടെ അടിവാരത്ത്. എൻ്റെ സ്ഥലം ആരെങ്കിലും വന്ന് കണ്ടാൽ അവർക്കറിയും. അപ്പോൾ അവിടെ ഞാൻ ഈ പെൺകുട്ടിയെ പോയി കണ്ടു. ഈ പെൺകുട്ടി വേറൊരു ഗ്രാമത്തിൽ നിന്ന് തൊഴിലെടുക്കാനായിട്ട് വന്നതാണ്. ആ പെൺകുട്ടിയൊക്കെ ഞാൻ കൊണ്ടുവന്നു, ഞാൻ എൻ്റെ റൂമിൽ ഞാൻ താമസിപ്പിച്ചു, എൻ്റെ വസ്ത്രം കൊടുത്ത ഒരുപാട് മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു ആ കുട്ടിക്ക്. ആ കുട്ടീനെ എനിക്ക് എന്നാൽ കഴിയുന്ന രീതിയിലെല്ലാം ഞാൻ, പക്ഷേ കുട്ടിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതിനുശേഷം ഞാൻ ഈ കുട്ടിയെ 3 ദിവസങ്ങൾക്ക് ശേഷമാണ് അതൊന്ന് നേരെ നിൽക്കാൻ ഒരു പാകത്തിലായത്. അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന ഗ്രാമത്തിലുള്ള ഉയർന്ന ആളുകളാണ് ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചത്. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി ഒളിച്ചു പാർപ്പിക്കേണ്ടത് എൻ്റെ ഒരു ആവശ്യമായിട്ട് വന്നു. അവിടെ നിന്ന് ഒരു 4-5 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഞാൻ ഈ രാത്രിയിൽ ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് അത് അതിനോടനുബന്ധിക്കുന്ന ചില ജീവിത സാഹചര്യങ്ങൾ ഞാൻ ഈ കരുവിനകത്ത് എഴുതിയിട്ടുണ്ട്. അവിടെ കൊണ്ടുവന്നപ്പോൾ ഈ പെൺകുട്ടിയുടെ നാട്ടുകാർ എന്നെ തല്ലിയിട്ടുണ്ട്, ഞാനാണ് ഇതിന് ഉപദ്രവിച്ചത് എന്ന് പറഞ്ഞിട്ട്. നമുക്കവിടെ വേറെ ഒന്നും ചെയ്യാനില്ല, നമ്മുടെ നിസ്സഹായ അവസ്ഥയാണ്. ഞാൻ ആ തല്ലും കൊണ്ട് തിരിച്ചു പോകുന്നത്. പക്ഷേ ഞാൻ ചെയ്ത ഒരു കാര്യം, അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് ജീവിക്കാൻ മുന്നോട്ട് പോകാനുള്ള ഒരു മാനസികമായ ഊർജ്ജം എനിക്ക് കൊടുക്കാൻ പറ്റി എന്നുള്ളത് ഇങ്ങനെയൊക്കെയുള്ള ജീവിതാനുഭവങ്ങൾ എനിക്കുണ്ട്. ഇങ്ങനെയുള്ള ജീവിതാനുഭവങ്ങളിൽ നിന്നെല്ലാം ഞാനിപ്പോൾ ഈ കരു എന്ന് പറയുന്ന നോവലിനകത്തൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ശരിക്കും എന്താണ് പുരുഷൻ എന്ന് പറയുന്നത്? പുരുഷൻ എന്ന് പറയുന്നത് ഒന്നുമല്ല. കാരണം എല്ലാം സ്ത്രീയാണ്. നമ്മളിപ്പോൾ അത് ഈ നോവലിനകത്ത് ഇങ്ങനെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പുരുഷൻ ഒരു മനുഷ്യജീവിയുടെ വിത്ത് പായിക്കഴിഞ്ഞാൽ അവൻ എന്താണ് ആ കുട്ടിയെക്കുറിച്ച് അറിയുന്നത്? ഒന്നും അറിയുന്നില്ല. നമ്മൾ കേവലമായ ഒരു കുറച്ച് നിമിഷത്തെ ഒരു സുഖത്തിന് ശേഷം നമ്മൾ ഉൽപ്പാദിപ്പിച്ച് അവളുടെ വയറ്റിലേക്ക് കൊടുക്കുന്ന ഒരു കുട്ടിയെ പേറുന്ന ആ സ്ത്രീ. എൻ്റെ ഉമ്മ അനുഭവിക്കുന്നത് 5 മക്കളെ പ്രസവിച്ചതാണ്. എൻ്റെ ഏറ്റവും ഇളയ അനിയൻ ജനിക്കുന്ന സമയത്ത് ഞാൻ 10ാം ക്ലാസ്സിലാണ്. എനിക്ക് ആദ്യം ഭയങ്കര ലജ്ജയായിരുന്നു, ഇത്രയും പ്രായത്തിൽ എൻ്റെ ഉമ്മ വീണ്ടും ഗർഭിണിയായിരുന്നു. പക്ഷേ ആ അനിയൻ ഉണ്ടായപ്പോൾ ഞാൻ അനിയനെ പ്രസവിച്ച ശേഷം അവനെ കുളിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ തന്നെ ഒരുപാട് കുട്ടികളെ. നമ്മളെല്ലാവരും വളർന്നു വരുന്ന ഒരു സ്ത്രീയുടെ കരങ്ങളിലൂടെയാണ്. ഒരു പുരുഷൻ അല്ലെങ്കിൽ പിതാവ് എന്ന് പറയുന്നത് കുറച്ച് സമയങ്ങൾ മാത്രം ഒരാൾക്കുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും സ്ത്രീയാണ് ശരിക്കും ഈ ഭൂമിയുടെ അവകാശം. അല്ലെങ്കിൽ പുരുഷൻ എന്ന് പറയുന്നത് ഒരു സങ്കല്പം മാത്രമായിട്ടാണ് ഞാൻ ഈ നോവലിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കരുവിൽ. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതകാലത്ത് ഈ കരു എന്ന് പറയുന്ന നോവല് ശരിക്കും ഒരു സമകാലിക സംഭവങ്ങളല്ല. 10 വർഷം 1989 മുതലാണ് നോവൽ ആരംഭിക്കുന്നത്. ആ 89 മുതൽ പിന്നോട്ടുള്ള കാലഘട്ടത്തിൽ ഞാൻ ജനിക്കാത്ത കാലഘട്ടത്തിൽ ഒരു ഗ്രാമപ്രദേശത്ത് ജീവിച്ചതുകൊണ്ട്, ജനിച്ചു പോയതുകൊണ്ട് എനിക്കറിയാവുന്ന കേട്ടുകേൾവികളും പിന്നെ എൻ്റെ ലോകസഞ്ചാരത്തിനിടയിൽ നിന്ന് എനിക്ക് കിട്ടിയ അറിവുകളും വെച്ചിട്ട് ഞാൻ കേട്ട സ്ത്രീകളെക്കുറിച്ചുള്ള അവരുടെ യാതനകളും, ഒരു സ്ത്രീ എത്ര നരകിച്ചാണ് ഒരു ഭൂമിയിൽ ജീവിച്ച് കടന്നു പോകുന്നത് എന്ന് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഓരോ സ്ത്രീകളുടെ ജീവിതമാണ് അതിലൂടെ ഞാൻ പറയുന്നത്. അവിടെ പുരുഷൻ എങ്ങനെ ഒരു സ്ത്രീയെ, കരു എന്ന പേര് തന്നെ അർത്ഥമാക്കുന്നതാണ്. കാരണം ജീവിതം എന്ന് പറയുന്നത് ഒരു ചൂതുകളിയാണ്. അവിടെ പുരുഷൻ എപ്പോഴും സ്ത്രീയെ കരുവാക്കിക്കൊണ്ട് ചൂത് കളിക്കുന്നത്. അതിന് ആ ഒരു അർത്ഥം വരുന്ന രീതിയിലാണ് ഈ പേരിലേക്ക് എത്തിച്ചേർന്നതും. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ സ്നേഹം കൊണ്ട് നശിപ്പിക്കപ്പെട്ടവരും അല്ലെങ്കിൽ സ്നേഹം കൊണ്ട് ലാഭമുണ്ടാക്കിയതുമായ സ്ത്രീകളുടെ ഒരു ലോകം തന്നെയാണ് അതിനകത്ത്. 6 or 7 സ്ത്രീകൾ ഒരിക്കലും വായിച്ച ഒരാളുടെ മനസ്സിൽ നിന്ന് ഇറങ്ങി പോവില്ല എന്നൊരു ഗ്യാരണ്ടി എനിക്ക് അതിനകത്ത് ഉണ്ടാകാനാവില്ല. അജേഷ് പച്ചാത്തിനോട് ഒരു ചോദ്യം. തുടക്കത്തിൽ പറഞ്ഞു, നോവലിൻ്റെ രചനാവേളയിൽ ആസ്വാദകനെ വായനക്കാരനെ തൃപ്തിപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി എഴുതുന്നത്. അപ്പോൾ ഒരു രചനാവേളയിൽ നമ്മളുടെ മുന്നിൽ വായനക്കാരനുണ്ടോ? അങ്ങനെ ഒരു വായനക്കാരനെ തൃപ്തിപ്പെടുത്തണം എന്ന രീതിയിൽ എഴുതിയാൽ
നമ്മുടെ എഴുത്തിലെ സർഗാത്മകമായ നൈസർഗികമായ ഒഴുക്കിന് അതൊരു തടസ്സമാവില്ലേ എന്നൊരു സംശയം. താങ്ക് യു. എനിക്ക് ഞാൻ പറഞ്ഞത് തെറ്റിയോ അതോ നിങ്ങൾ കേട്ടത് തെറ്റിയോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്, പിന്നെ നമ്മുടെ ഉള്ളിലുള്ള വായനക്കാരനെ തൃപ്തിപ്പെടുത്തുന്നതാണ് നമ്മൾ എഴുതുന്നത്. അത് നമ്മൾ തമാശക്കെങ്കിലും പറയില്ല, ഈ അന്നെങ്കിലും ഇഷ്ടപ്പെടുത്തുന്ന ഒരു സാധനം ചെയ്യണമെന്ന് അറിയില്ലേ. അതായത് നമ്മളെ ഉള്ളിൽ, എല്ലാവരുടെ ഉള്ളിലും, എഴുത്തുകാരനാണെങ്കിലും പിന്നെ വായനക്കാരനാണെങ്കിലും അവരുടെ ഉള്ളിലൊരു വായനക്കാരുണ്ട്. ആ വായനക്കാരൻ നമ്മളൊരു സബ്ജക്റ്റ് എടുത്ത് ചെയ്യണ സമയത്ത് മോനെ ഇത് ശരിയാവില്ല കേട്ടാ, ഇത് നിർത്തിക്കാളെന്ന് പറയുമ്പോൾ നമ്മളത് നിർത്തും. അത് പറയണത് ശരിക്കും നമ്മളെ ഉള്ളിലുള്ള വായനക്കാരനാണ്. ഞാൻ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അതല്ലാതെ പുറത്തുള്ള, ഒരിക്കലും നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നുണ്ട്. ഒരിക്കലും നമുക്ക് വായനക്കാരൻ്റെ പൾസ് അറിയില്ല. വായിക്കുന്ന ആൾക്കാരെ പൾസ് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. അതെങ്ങനെ വരും എന്നുള്ളത് നമുക്ക് കണക്കൂട്ടാൻ പറ്റില്ല. അപ്പം വായനക്കാരനെ കണ്ടിട്ട് നമുക്ക് ഒരിക്കലും എഴുതാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം പിന്നെ ഈ ലോകത്തുള്ള ആരും അങ്ങനെ വായനക്കാരനെ കണ്ടിട്ട് എഴുതിയിട്ടുണ്ടാവും എന്ന് തോന്നില്ല. ഏതൊക്കെയോ ഒരു ഘട്ടത്തിൽ നമ്മൾ എഴുതുന്ന ചില സാധനങ്ങൾ വായനക്കാർക്ക് കണക്റ്റ് ആവും. അങ്ങനെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞത് തെറ്റിനെ ക്ഷമിക്കണം, ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. മനസ്സിൽ നമ്മളെ ഉള്ളിലുള്ള വായനക്കാരനെ തൃപ്തിപ്പെടുത്തുന്ന രചനകളാണ് പിന്നെ നമ്മൾ പുറത്തേക്ക് വിടുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അജിയേഷിനോടാണ് ചോദ്യം. സാഹിത്യ ക്യാമ്പുകൾ എഴുത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകമായിട്ടുണ്ടോ? അത്തരം ക്യാമ്പുകൾ എഴുതി തുടങ്ങുന്ന ആൾക്കാർക്ക് ഹെൽപ്ഫുള്ളാവുന്ന തരത്തിൽ അതിൻ്റെ ഒരു സാധ്യത എങ്ങനെയാണ് വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും സാഹിത്യ ക്യാമ്പ് എഴുത്തിന് എന്നെ സംബന്ധിച്ച് പേഴ്സണലി പിന്നെ ഉപകാരപ്രദമായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളെ നാട്ടിൽ ഒരു പിന്നെ ചിത്രഭൂമിയോ നാനയോ അതിൻ്റെ അങ്ങേപ്പുറത്തേക്കുള്ള ഒരു ആനുകാലികങ്ങളായിട്ട് നമുക്ക് പിന്നെ അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു വാരികളും കിട്ടാത്തൊരു നാടിനെ കുറ്റം പറയണമെന്ന് വിചാരിക്കരുത്. എൻ്റെ നാട്ടിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഇവിടെ. ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു എന്നോട് വന്ന് ചോദിക്കും. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ വളരണത്. അപ്പം ഒരു പേപ്പറിൽ ഒരു ദിവസം വളരെ യാദൃശ്ചികമായിട്ട് ഒരു ക്യാമ്പിനെ പറ്റി പിന്നെ വായിക്കുകയാണ് ഞാൻ. യുവകലാസാഹിത്യത്തിൻ്റെ ഒരു ക്യാമ്പ് നടക്കേണ്ടത് തിരൂരിൽ. അങ്ങനെ ഞാൻ അതിൽ പിന്നെ ഒരു കഥ എഴുതി അയക്കുകയാണ്. അപ്പോൾ ഒരു പിന്നെ സെലക്ട് ആയി എന്ന് പറഞ്ഞിട്ട് അതായിരുന്നു എൻ്റെ ആദ്യത്തെ ക്യാമ്പ്. അപ്പോൾ ക്യാമ്പിലെത്തി പിന്നെ അതിലുള്ള ക്ലാസ്സുകൾ, നമുക്ക് മുന്നേ നടന്നു പോയ ആളുകൾ നോവലിനെ പറ്റി പറയുന്നു, കഥേനെ പറ്റി പറയുന്നു. ഞാനൊന്നും എവിടെയും കേൾക്കാത്ത സാധനങ്ങളെ പറ്റിയിട്ടാണ് ഈ പറയണത്. പിന്നെ നമ്മൾ നേരെ വായനശാലയിൽ പോവുകയാണ്. വായനശാലയിൽ പോയിട്ട് അവിടുന്ന് ഈ പുസ്തകങ്ങളൊക്കെ തപ്പിയെടുക്കണ്, വായിക്കണ്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞിരിക്കുകയാണെങ്കിൽ എൻ്റെ വായന ഉണ്ടായത്. അപ്പം എന്തായാലും പേഴ്സണലി ക്യാമ്പുകൾ ഭയങ്കരമായിട്ട് സഹായകമായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. കാരണം അത് വായനേനെ ഞാനിപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, ഞാൻ വൈകി എത്തിയ ആളാണ് വായനയിലേക്ക്. എനിക്ക് കുറച്ചും കൂടി നേരത്തെ തന്നെ ആരെങ്കിലും വായനയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടി നല്ല മനുഷ്യനാകുമായിരുന്നു എന്നുള്ളൊരു വേദന എനിക്കുണ്ട്. ഞാൻ പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ പിന്നെ മേക്ക് ചെയ്യണത് ഞാൻ പരമാവധി വായിച്ചുകൊണ്ടാണ്. അപ്പം അങ്ങനെ സഹായകമായിട്ട് ഉണ്ടെന്ന് തന്നെയാണ് പിന്നെ എൻ്റെ ഒരു ജിംഷാറായി. താങ്ക് യു ഫോർ ക്വസ്റ്റ്യൻ. ഭാഷാരീതിയെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഓരോ സ്ഥലത്തു നിന്നും നമുക്ക് ഓരോ പ്രാദേശിക ഭാഷ ലഭിക്കുന്നുണ്ടെന്ന്. ഈ കാലഘട്ടത്തിൽ ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ളൊരു ഭാഷ രൂപപ്പെടുന്നില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. കാരണം എൻ്റെ അച്ഛൻ ഒരു കോഴിക്കോട്ടുകാരൻ, എൻ്റെ അമ്മ മലപ്പുറംകാരി, ഞാൻ ജീവിക്കുന്നത് പാലക്കാടാണ്. അപ്പോൾ എനിക്ക് എന്നുള്ള ഭാഷ പലതും ചേർന്നതാണ്. അപ്പോൾ ഓരോ വ്യക്തിക്കും ഓരോ ഭാഷാരീതി ഇപ്പോൾ രൂപപ്പെട്ട് വരുന്നില്ലേ? ആരോടാണ് ചോദ്യം എന്ന് പറഞ്ഞില്ല. ആരായാലും രണ്ടുപേരും ഇത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക്
നമ്മളുടേതായിട്ടുള്ളൊരു ഭാഷ അതെന്തായാലും ഉണ്ടാവും. അതിപ്പം എഴുതുന്ന എഴുത്തുകാരെ സംബന്ധിച്ച് ശ്രദ്ധിച്ചാൽ അവർ എഴുതുന്ന ഭാഷ ഇപ്പോൾ മജീദിൻ്റെ ഭാഷയായിരിക്കില്ല അജിജേഷിൻ്റെ ഭാഷ. അത് ഈ പറയുന്ന ഘടകങ്ങളെല്ലാം കൂടി പൊതുവായി സ്വാധീനിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള നമ്മളോട് തന്നെ സംസാരിക്കുന്ന ഒരു ഭാഷയാണെന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ ഉദ്ദേശിച്ചത് നമ്മളുടെ സംസാര ഭാഷയാണെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ പല അതുകൊണ്ട് നമുക്ക് വ്യക്തിപരമായൊരു ഭാഷ രൂപപ്പെടുന്ന നമ്മളുടെ ഒരു ക്യാരക്ടറിൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഉണ്ടാവും. ഈ പറയുന്നതല്ലാതെ നമ്മുടെ ചുറ്റുപാടുകളെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ അതുപോലെയുള്ളതിൻ്റെയൊക്കെ സ്വാധീനം മൂലം ഇതിനൊരു കലർപ്പുണ്ടാവുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. നേരെ മറിച്ച് നമ്മളുടെ എഴുതുന്ന ഭാഷയെ ഈ പറയുന്ന പോലെ നമുക്ക് ഒരു വ്യക്തിയുടെ വ്യതിരിക്തമായ അനുഭവ പരിസരങ്ങളിൽ നിന്ന് അച്ഛൻ്റെയും അമ്മയുടെയും വായിച്ച പുസ്തകങ്ങളുടെയും നമ്മൾ പോകുന്ന നമ്മളുടെ സൗഹൃദത്തിൻ്റെയും നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ അടരുകൾ ചേർന്നിട്ടാണ് ആ ഭാഷ രൂപപ്പെടുന്നത്. അങ്ങനെയാണ് ആ എഴുത്തു ഭാഷ നമ്മുടേതായിട്ട് രൂപപ്പെടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് നമ്മുടെ വായന തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് കൂടി ചേർക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ക്വസ്റ്റ്യനാണത് അല്ലേ. അപ്പോൾ ഞാൻ ശരിക്കും മലപ്പുറംകാരനാണ്. അതായത് അങ്ങനെ പറയുമ്പോൾ കേട്ടോ, നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. പ്രാദേശികവാദം നമ്മൾ ജീവിതത്തിൽ എവിടെയും നമ്മൾ ഉന്നയിക്കാൻ പാടില്ല. മലപ്പുറംകാരനാണ്. പക്ഷേ നമ്മളെല്ലാ പരിപാടികളും രാമനാട്ടുകര കോഴിക്കോട് ആ ഭാഗത്തേക്ക്. അപ്പോൾ കോഴിക്കോടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ ഭാഷ എങ്ങനെയാ വെച്ചാൽ മലപ്പുറം കോഴിക്കോടും കൂടി ചേർന്നിട്ടുള്ളൊരു ഭാഷയാണ്. ഞാൻ കറക്റ്റ് കോഴിക്കോട് ഭാഷയല്ല പറഞ്ഞത്, കറക്റ്റ് മലപ്പുറം ഭാഷയല്ല. ശരിക്കും മുക്താറൊക്കെയാണ് കറക്റ്റ് മലപ്പുറം ഭാഷേൻ്റെ ഒരു സാധനം കൊണ്ടുവരുന്നത്. അതെ, അപ്പം നമ്മളത് ഒരു കോഴിക്കോടും മലപ്പുറം കൂടി ചേർന്ന ഭാഷ. എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി, അതുകൊണ്ട് ഇതിനോട് കൂട്ടിച്ചേർത്ത് തോന്നുന്നു. എല്ലാവരോടും ഒരു ക്വസ്റ്റ്യൻ. ഈ നോവലിലെ പഴമയും പുതുമയുമാണ് ചർച്ച ചെയ്തത് വിഷയത്തിന്. അപ്പോഴേ ഈ പഴയകാല നോവലിസ്റ്റുകളെല്ലാം എഴുതിക്കൊണ്ടിരുന്നത് വളരെ സാഹിത്യപരമായ വാക്കുകൾ അല്ലെങ്കിൽ കടുകട്ടിയായ വാക്കുകൾ കൊണ്ടൊക്കെയാണ് നോവലുകളൊക്കെ എഴുതിയിട്ടുള്ളത്. നമ്മൾ MDയുടെ രണ്ടാം മുഴുവൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് അങ്ങനത്തെ സാഹിത്യം കുത്തി നിറയ്ക്കുന്ന ഒരുപാട് കട്ടിയുള്ള വാക്കുകളുണ്ട്. അപ്പോൾ പുതിയ കാലത്തിലെ എഴുത്തുകാർ അതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ അവരുടെ ആശയം എന്ന് പറയാൻ പുതിയ കാലത്തിലെ എഴുത്തുകാർ ഇത്തരത്തിലേക്ക് സാഹിത്യം കൂടുതലായി നോവലിലേക്ക് കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന ആശയം പ്രേക്ഷകരിലേക്ക് എത്തുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ എല്ലാം പുതിയ കാല എഴുത്തുകാരാണ് ഇരിക്കുന്നത്. ഒരുപാട് പഴയകാല എഴുത്തുകാർ പല നിരൂപണങ്ങളിൽ ഇവിടെ മാതൃഭൂമിയുടെ തന്നെ ഫെസ്റ്റിലൊക്കെ നിരൂപകർ ചോദിച്ചിട്ടുണ്ട്. പുതിയ കാലത്ത് ഒരുപാട് പേരിങ്ങനെ ചുമ്മാ എഴുതുന്നു, നമ്മളെല്ലാം ഓൺലൈൻ മാധ്യമങ്ങളിൽ എഴുതുന്നു. ഇപ്പോൾ എല്ലായിടത്തും എഴുതുന്നവരും ഒരുപാട് ബുക്കുകൾ ഇങ്ങനെ പബ്ലിക്കേഷൻസ്, ഇപ്പം ഓൺലൈൻ പബ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ മറ്റ് പബ്ലിക്കേഷൻസ് DC ബുക്സ് ഒക്കെ പോലെയാണെങ്കിൽ ഫിൽട്ടർ ചെയ്താണ് പബ്ലിക്കേഷൻസ് നടത്തുന്നത്. അപ്പോൾ ചുമ്മാ പബ്ലിക്കേഷൻസ് ഉള്ളത് കൊണ്ട് എന്തും എഴുതാം. അതിലെ സാഹിത്യം, അതിലെ ആശയം എല്ലാം അവർ ഉദ്ദേശിക്കുന്ന രീതിയിലാണോ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് എന്നതാണ് ഒരു ചോദ്യം. ആരോടാണ് ചോദ്യം? ആർക്ക് വേണമെങ്കിലും ആർക്കും ആൻസർ ചെയ്യാം. അത് നമ്മുടെ വിദ്യാഭ്യാസ ക്രമത്തിന് അതിൽ വലിയൊരു പങ്കുണ്ട്. കാരണം പണ്ട് കാലത്തൊരു 10ാം ക്ലാസ് അല്ലെങ്കിൽ 8ാം ക്ലാസ് പഠിച്ച ഒരാൾക്ക് നമ്മുടെ ഇന്നത്തെ ഒരു ബിരുദാനന്തര ബിരുദത്തിൻ്റെ അറിവുണ്ടാകും. തന്നെയല്ല അന്നത്തെ ഭാഷകൾ എന്ന് പറഞ്ഞാൽ അത് വ്യത്യസ്തമായി. ഇന്നെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതക്രമങ്ങൾ മാറുന്നതനുസരിച്ച് ഭാഷയിലും കാഴ്ചപ്പാടുകളിലും ഒക്കെ മാറ്റം വരുന്നുണ്ട്. ആ മാറ്റം സാഹിത്യ ഭാഷയിൽ സംഭവിക്കുന്നുണ്ട്. കാരണം ഇന്ന് വലിയ കടുകട്ടികളായ സാഹിത്യ തലച്ചോറിന് ഉൾക്കൊള്ളാൻ പറ്റിയ സാഹിത്യ സംവേദനപരമായ ഭാഷകൾ നമ്മുടെ വിദ്യാഭ്യാസ ക്രമത്തിൽ ഉപയോഗിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ആവാം ഒരുപക്ഷെ ലളിതമായ വാക്കുകളിലൂടെ, പിന്നെ ഏറ്റവും സുന്ദരമായിട്ട് നമുക്ക് എപ്പോഴും മനുഷ്യരോട് ലളിതമായിട്ട് സംസാരിക്കുന്നതിലാണ് നമ്മൾ ആനന്ദം കിട്ടുന്നത്. നമ്മുടെ ലോകവും നമ്മുടെ തലമുറകളെല്ലാം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം അങ്ങനത്തെ കാഴ്ചപ്പാട്. സമയമില്ല, അല്ലെങ്കിൽ വിശദമായിട്ട് പറയാൻ സാധ്യത ഉണ്ടായിരുന്നൊരു വിഷയം പറ്റും. പിന്നെ നേരത്തെ ഭാഷയെക്കുറിച്ച് പറഞ്ഞ കാര്യം കൂടി പറയാം. ഭാഷ എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും ഓരോ ഭാഷയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് കാരണം ഈ ഭാഷ കൊണ്ട് നമ്മൾ ആശയങ്ങളെ സംഭരിക്കുന്നു. ആ ആശയങ്ങൾ സംഭരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഓരോ ഇമോഷനുകൾ, വികാരങ്ങൾ മനുഷ്യനുണ്ടാകുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നമ്മളൊരു അമ്മയോ അച്ഛനോ അല്ലെ ഭാര്യയോ ഭർത്താവോ മരിച്ചാൽ കരയുന്നു. കരയാത്ത മനുഷ്യരുണ്ട്. കാരണം അവർക്ക് കണ്ണീരെന്താണ്, കരച്ചിൽ എന്താണ് അവരുടെ ഭാഷയിൽ ക്രോഡീകരിക്കപ്പെടാത്തത് കൊണ്ട് അത്തരം ആശയങ്ങൾ അവരുടെ മനസ്സിൽ രൂപീകരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഭാഷ എന്ന് പറയുന്നത് പല തലങ്ങളിലാണ് മനുഷ്യൻ ഇടപെടുന്നത്. അങ്ങനെ കരയാനറിയാത്ത സമൂഹം പോലും ഈ നൂറ്റാണ്ടിലും ജീവിക്കുന്ന ഒരു ലോകത്താണ്, പ്രപഞ്ചത്തിലാണ് നമ്മളുള്ളത്. സമയമില്ലാത്തത് കൊണ്ടാണ് പോലും വിശദീകരിക്കാത്തത്. നന്ദി.
അപ്പോൾ എല്ലാവർക്കും നന്ദി. സജീവമായി ഇടപെട്ട ഒരു സെഷനായിരുന്നു. ഓഡിയൻസിനും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സ്പീക്കേഴ്സിനും എല്ലാവർക്കും നന്ദി. താങ്ക് യു.